ഗുഡ് മോർണിംഗ്. ഞങ്ങൾ പ്രസന്റ് ചെയ്യുന്ന ടോപ്പിക് ക്ലാസിഫിക്കേഷൻ ഓഫ് പെയിൻസ് ആണ്. പെയിൻസ് are classified based on function, binder or medium, pigment used, sheen and appearance. അപ്പോ സോറി, ഞാൻ എമി ആണ് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് പെയിൻ ബേസ്ഡ് ഓൺ ഫങ്ഷൻ. അതാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പോകുന്നത്. Based on function, 5 types ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഫർദർ into primer or undercoat, finishing coats, sanding sealer, galvanized iron primer and flow paint. സോ അതിൽ ഫസ്റ്റ് വരുന്നത് പ്രൈമർ ഓർ അണ്ടർകോട്ട്. പ്രൈമർ ഓർ അണ്ടർകോട്ട് എന്ന് പറഞ്ഞാൽ മറ്റീരിയൽസിൽ പെയിന്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രിപ്പറേറ്ററി കോട്ട് കൊടുക്കും. അതിനാണ് പ്രൈമർ അല്ലെങ്കിൽ അണ്ടർകോട്ട് എന്ന് പറയുന്നത്. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ 20-30% അതിലെ കോമ്പോസിഷൻ ഇസ് 20-30% സിന്തറ്റിക് റെസിൻ, 60-80% സോൾവെന്റ് ആൻഡ് 2-5% അഡിറ്റീവ് ഏജന്റ്. ഇതിന് നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ ബെറ്റർ ഡ്യൂറബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പ്ലാസ്റ്റിക് കോണ്ടന്റ് ഉണ്ടാവും, പോളിയെത്തിലീൻ പോലത്തെ പ്ലാസ്റ്റിക്. പ്രൈമർ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് ബെറ്റർ ഡ്യൂറബിലിറ്റിക്കും അതുപോലെ തന്നെ നമ്മൾ ഫർദർ കൊടുക്കുന്ന കോട്ട്സ് മെറ്റീരിയൽ ആയിട്ട് ബെറ്റർ ഒരു അഡഷൻ വരാനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ജനറലി പ്രൈമർ വൈറ്റ് കളറാണ്, പക്ഷെ നമ്മൾ ഡാർക്കർ ഷെയ്ഡ്സ് ഒക്കെ യൂസ് ചെയ്ത് പെയിന്റ് ചെയ്യുമ്പം ടിൻറ്റഡ് ആയിട്ടുള്ള പ്രൈമേഴ്സ് യൂസ് ചെയ്താൽ കുറച്ചും കൂടി ഫൈനൽ അപ്പിയറൻസ് നല്ലതായിരിക്കും. നമ്മൾ മെയിൻലി പ്രൈമർ കൊടുക്കുന്നതെന്ന് വെച്ചാൽ പോറസ് ആയിട്ടുള്ള മെറ്റീരിയൽസിലാണ്. കാരണം അങ്ങനത്തെ മെറ്റീരിയൽസിൽ കുറച്ച് അൺഈവൻ സർഫസ് ആയിരിക്കും. ഇപ്പൊ പെയിന്റ് ചെയ്യുമ്പോൾ നല്ല ഫിനിഷിൽ കിട്ടണമെങ്കിൽ ഒരു കോട്ട് പ്രൈമർ അടിച്ചാൽ നന്നായിട്ട് ഫൈനൽ അപ്പിയറൻസ് നന്നായിട്ട് വരും. അപ്പം കോൺക്രീറ്റ്, വുഡ് അതുപോലത്തെ പോറസ് മെറ്റീരിയൽസിനാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇനി ഇപ്പൊ നമ്മൾ പെയിന്റ് അടിക്കാൻ പോകുന്ന മെറ്റീരിയൽ അത്ര വാട്ടർ റെസിസ്റ്റന്റ് അല്ലെങ്കിൽ അതുപോലെ തന്നെ എക്സ്റ്റേണൽ എലമെന്റ്സ് ആയിട്ട് എക്സ്പോസ് ആവുമ്പോൾ അതൊന്നും ആ എലമെന്റ്സിനോടൊന്നും റെസിസ്റ്റന്റ് അല്ലെങ്കിൽ ഒരു ബേസ് ഓഫ് പ്രൈമർ കൊടുത്താൽ കുറച്ചും കൂടി ഡ്യൂറബിൾ ആയിരിക്കും. അതുപോലെ തന്നെ അധികം നമുക്ക് പെട്ടെന്ന് പെയിന്റ് അടിക്കുമ്പോൾ സർഫസസ് ഒന്നും കുറച്ച് ഡേർട്ടി ആണ്, അത് വൃത്തിയാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു കോട്ട് പ്രൈമർ അടിച്ചിട്ട് അതിന്റെ മുകളിൽ പെയിന്റ് ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ ഫിനിഷ് കിട്ടും. ആൻഡ് ഓൾസോ ഇപ്പം ജോയിന്റ്സ് ഒക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ ആ ജോയിന്റ് ഒക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും നല്ലൊരു അപ്പിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൈമർ അടിച്ചു കൊടുക്കുന്നത്. ഇനി സെക്കൻഡ് വന്നിട്ട് ഇറ്റ്സ് ഫിനിഷിംഗ് കോട്ട്സ്. ഫിനിഷിംഗ് കോട്ട്സ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഡ്യൂറബിലിറ്റിയും അപ്പിയറൻസിനും വേണ്ടിയിട്ട് തന്നെയാണ് ഇതും യൂസ് ചെയ്യുന്നത്. അതുപോലെ ഒരു സ്മൂത്ത് സർഫസ് കിട്ടുകയും ചെയ്യും, വാർണിഷ് ഒക്കെ പോലത്തെ തന്നെ. ഇതിന്റെ കോട്ടിങ്സ് എന്ന് പറഞ്ഞാൽ ഈപോക്സി വെച്ചിട്ട് കമ്പാറ്റബിൾ ആണ്. ഇത് നമ്മള് ഫിനിഷിംഗ് കോട്ട് നമ്മൾ ഇൻഡോറിനും ഔട്ട്ഡോറിനും ഇത് യൂസ് ചെയ്യും. ആൻഡ് ഓൾസോ ഇത് ഒരു ഗ്ലോസി ഫിനിഷ് ആണ് ജനറലി ഇത് അടിക്കുമ്പോൾ കിട്ടാറ്. അപ്പം ഗ്ലോസി ഫിനിഷ് യൂസ് ചെയ്യുന്ന ഗുണം എന്താന്ന് വെച്ചാൽ നല്ലോണം ലൈറ്റ് റിഫ്ലക്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വൈറ്റോ ഗ്ലോസി ഫിനിഷ് കിട്ടുന്ന ഫിനിഷിംഗ് കോട്ട്സ് ആണ് അടിക്കാറ്, കാരണം കൂടുതൽ ലോങ് ലാസ്റ്റിംഗ് അതായിരിക്കും. പിന്നെ പ്രൊട്ടക്ഷൻ ഫ്രം സൺലൈറ്റ് ആണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതിന്റെ ഒരു മെയിൻ കാരണം. ഫിനിഷിംഗ് കോട്ട്സ് അടിച്ചാൽ കുറച്ചും കൂടി സൺലൈറ്റിനോടൊക്കെ റെസിസ്റ്റന്റ് ആയിട്ട് അതിന് കുറച്ചു കാലം കൂടെ പെയിന്റിൽ നല്ലോണം നിൽക്കാൻ, നമ്മളത് പിന്നെ അടിക്കാണ്ട് നന്നായിട്ട് നിൽക്കും. അതുപോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്യാനും സർഫസസ് ഡെക്കറേറ്റ് ചെയ്യാനും ബെറ്റർ അപ്പിയറൻസിനും ഇത് ഉപയോഗിക്കും. പിന്നെ ഒരു മോയ്സ്ചർ ബാരിയർ ആയിട്ടും ഈ ഫിനിഷിംഗ് കോട്ട് ആക്ട് ചെയ്യും. ഇനി തേർഡ് വരുന്നത് സാൻഡിങ് സീലർ ആണ്. സാൻഡിങ് സീലർ ടോപ്പ് കോട്ടും ക്വാളിറ്റി കൂട്ടാനും അതുപോലെ തന്നെ ഒരു പ്രോപ്പർ ഈവൻ കോട്ടിംഗ് ആണ് നമ്മൾ അടിച്ചേക്കുന്നതെന്ന് ഉറപ്പുവരുത്താനും വേണ്ടിയിട്ടാണ് നമ്മൾ സാൻഡിങ് സീലർ യൂസ് ചെയ്യുന്നത്. ഇത് എങ്ങനെയാന്ന് വെച്ചാൽ അതൊരു ലിക്വിഡ് ആണ്. ഇറ്റ് കണ്ടെയ്ൻസ് സോൾവെന്റ്, അതുപോലെ തന്നെ ഒരു ഓക്സിഡൈസിങ് ഓർ ഇവോപ്പറേറ്റിംഗ് ബൈൻഡർ ഉണ്ടാവും. നമ്മളിത് അടിച്ചു കഴിയുമ്പം ഇതിനൊരു ഹാർഡ് ആൻഡ് ട്രാൻസ്പെറന്റ് ഫിനിഷ് ആയിരിക്കും. അത് ഇവോപ്പറേഷൻ ക്യൂറിങ് കഴിയുമ്പോഴാണ് അങ്ങനത്തെ ഒരു ഫിനിഷ് ഇതിന് കിട്ടുന്നത്. ഓവർ ടൈം ഇത് ചിലപ്പം ഡൾ ആവും, ഒരു ലൈറ്റ് യെല്ലോ കളറൊക്കെ വരും.
ആൻഡ് നമ്മളിത് കോട്ട് അടിക്കുമ്പം സൂക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ ബബിൾസ് വരാണ്ട് നോക്കണം. കാരണം ബബിൾസ് വന്നാൽ പിന്നെ ആ പാട് പോലെ അവിടെ ഉണ്ട്, അത് കുറച്ച് സ്റ്റേ ചെയ്യും. ആൻഡ് ഇത് ഡ്രൈ ചെയ്യാൻ ഒരു 30 to 1 hour ടൈമാണ് എടുക്കുക. പിന്നെ നമ്മൾ സാൻഡിങ് സീലർ അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ എക്സസ് ബൾക്കായിട്ട് വരുന്ന അതിന്റെ മുകളിൽ എക്സസ് ആയിട്ട് വരുന്നത് സാൻഡ് ഓഫ് ചെയ്യണം. ആൻഡ് ഇത് സാൻഡ് ഓഫ് ചെയ്യുമ്പം ഒരു സോപ്പി റെസിഡ്യൂ ഉണ്ടാവും. ആ റെസിഡ്യൂ വൈപ്പ് ഔട്ട് ചെയ്തിട്ട് വേണം നമ്മൾ അടുത്ത കോട്ട് കൊടുക്കാൻ. ഇത് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് വുഡിനാണ്. കാരണം വുഡിൽ കുറച്ച് സ്മോൾ പിറ്റ്സും പോർസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ സാൻഡിങ് സീലർ കൊടുത്തിട്ട് എക്സസ് സാൻഡ് ഓഫ് ആവുകയാണെങ്കിൽ സർഫസ് ഒരുമാതിരി ലെവലായ പോലെ ഉണ്ടാവും. അപ്പോൾ കുറച്ചും കൂടി ഈവൻ സർഫസ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഡേർട്ട്, സൺലൈറ്റ് ആൻഡ് വാട്ടറിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷൻ ലെയർ പോലെ ഇത് ആക്ട് ചെയ്യും. ദെൻ ഇതിന്റെ ഒരു സ്മൂത്ത് ഓർ ഗ്ലോസി ഫിനിഷ് ആണ് ഇത് അടിച്ചു കഴിഞ്ഞാൽ കിട്ടുക. പിന്നെ ഇത് വാട്ടർ ബേസ്ഡും ഉണ്ട്, ഓയിൽ ബേസ്ഡും ഉണ്ട്. ഇഫ് ഇറ്റ്സ് ലൈക്ക് വാട്ടർ ബേസ്ഡ് ആണെങ്കിൽ എന്താന്ന് വെച്ചാൽ നമ്മൾ ഇത് കൊടുത്തു കഴിയുമ്പം ഇതിന്റെ വുഡ് ഫൈബേഴ്സ് റേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ആ റേസിങ് ജനറലി കുറവ് വാട്ടർ ബേസ്ഡ് ഫിനിഷസ് ഉപയോഗിച്ചാലായിരിക്കും. അതുകൊണ്ട് തന്നെ വാട്ടർ ബേസ്ഡ് ആണ് കൂടുതൽ യൂസ് ചെയ്യാൻ നല്ലത്. നെക്സ്റ്റ് വൺ ഇസ് ഗാൽവനൈസ്ഡ് അയൺ പ്രൈമർ. Galvanized iron primer is a water-based anti-corrosive quick drying coat. ഇത് കൂടുതലും നമ്മൾ മെറ്റൽ സർഫസസിലാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇസ് ദാറ്റ് ക്ലിയർ ഡ്രൈയിങ് ആണ്. 30 minutes ആണ് ഡ്രൈയിങ് ടൈം വരുന്നത്. മിൽഡ്യൂ റെസിസ്റ്റന്റ് ആണ്. മിൽഡ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗസ് ആണ്. ഈ പൂപ്പൽ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഫംഗസ് ആണ് മിൽഡ്യൂ. അപ്പോൾ ഇത് കോട്ട് കൊടുത്തു കഴിഞ്ഞാൽ മിൽഡ്യൂ ഒന്നും അധികം പെട്ടെന്ന് വരത്തില്ല. അതുപോലെ സ്റ്റെയിൻ റെസിസ്റ്റന്റ് ആണ്, ഫയർ റിട്ടാർഡന്റും ആണ്. പിന്നെ ഇതിന്റെ പേർപ്പസ് എന്ന് പറഞ്ഞാൽ ഇത് സിങ്ക് റിച്ച് പെയിന്റ് ആയതുകൊണ്ട് തന്നെ ഇത് റസ്റ്റിനെ ഒക്കെ കൊറോഷൻ അധികം വരാതെ സൂക്ഷിക്കും. അതുപോലെ തന്നെ നമ്മുടെ മെറ്റലിലൊരു ഇൻകൺസിസ്റ്റൻസിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും മെറ്റലിലൊക്കെ ഡീകളറേഷൻ വരാം. അപ്പോൾ ആ കളർ ചേഞ്ച് വരുന്ന സമയത്ത് അത് ബെറ്റർ ലുക്കിന് വേണ്ടിയിട്ട് ഗാൽവനൈസ്ഡ് അയൺ പ്രൈമറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ സ്റ്റെയിൻസ് ഒക്കെ വരുമ്പോഴും നമുക്കിത് കവറപ്പ് ചെയ്യാൻ ഗാൽവനൈസ്ഡ് അയൺ പ്രൈമർ യൂസ് ചെയ്യാം. പിന്നെ ലാസ്റ്റ് വരുന്നതാണ് ഫ്ലോ പെയിന്റ്. ഫ്ലോ പെയിന്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഇതിൽ നമ്മൾ റഫ് ഫ്ലോസിന് ഒരു ലോങ് ലാസ്റ്റിംഗ് ആക്കാനും അതുപോലെ ഗുഡ് സർഫസ് ഫിനിഷ് കൊടുക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലോർ പെയിന്റ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചും കൂടി ക്വിക്ക് ആൻഡ് ഈസി ടു ഇൻസ്റ്റാൾ ആണ്. കാരണം ഇപ്പൊ നമ്മൾ ടൈൽസ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ അത് കട്ട് ചെയ്യണം, നമ്മൾ ഫ്ലോറിന്റെ ലേഔട്ടിൽ ഫിറ്റ് ആവുന്ന പോലെ കട്ട് ചെയ്യണം. ആൻഡ് പിന്നെ അതിന് അഡ്ഹസീവ്സും ഒക്കെ ഉപയോഗിക്കണം, പിന്നെ മെഷീനറി ഒക്കെ ആവശ്യം ഉണ്ടാവും. പക്ഷെ ഇത് കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി എളുപ്പം ചെയ്യാൻ പറ്റും. കാരണം അധികം സ്പെഷ്യൽ ടൂൾസും എക്യുപ്മെന്റ്സും ഒന്നും വേണ്ടി വരുന്നില്ല. പിന്നെ ഡ്യൂറബിളും ആണ്, ഈസി ടു ക്ലീനും ആണ്. അപ്പം വെയർ ഹൗസസ്, ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് അവിടെയൊക്കെ ഇത് യൂസ് ചെയ്യാൻ നല്ലതാണ്. കാരണം ഇക്കണോമിക്കൽ ആണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഓയിൽ സ്റ്റെയിനോ എന്തെങ്കിലും സ്പില്ലേജ് ഒക്കെ വന്നാൽ ക്ലീൻ ചെയ്യാനും എളുപ്പമാണ്. പിന്നെ ഇതിന്റെ പേർപ്പസ് എന്ന് പറഞ്ഞാൽ ഒരു ഷൈനി ഹൈ ഗ്ലോസ് ഫിനിഷ് ആണ് കിട്ടുക പെയിന്റ് ചെയ്യുമ്പോഴത്തേക്കും. അതുകൊണ്ട് തന്നെ ഇന്റീരിയർ ഏരിയാസിൽ ബ്രൈറ്റ്നെസ് നല്ലോണം കൂടും. പിന്നെ വെയർ ആൻഡ് ടെയർ ഓഫ് എക്സിസ്റ്റിംഗ് കോൺക്രീറ്റ് ഫ്ലോർസിൽ അത് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. ആൻഡ് ആസ് ഐ മെൻഷൻഡ് ഓയിൽ സ്റ്റെയിൻസും വാട്ടർ സ്പില്ലേജും ഒക്കെ റെസിസ്റ്റ് ചെയ്യാനും ഇതിന് പറ്റും. So next classification, Jishan, next classification based on binder or medium. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് ഇതിൽ 13 ക്ലാസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് വരുന്നത് അക്രിലിക് പെയിന്റ് ആണ്. So acrylic is a fast dry paint made of pigment suspended in acrylic polymer emulsion
അപ്പോൾ എന്താ പിഗ്മെന്റഡ് സബ്സ്റ്റൻസ്, അക്രിലിക് പോളിമർ എമൽഷൻ, പ്ലാസ്റ്റിസൈസർ, സിലിക്കൺ ജെൽസ്, ഡിഫോമേഴ്സ്, സ്റ്റെബിലൈസേഴ്സ്, മെറ്റൽ സോപ്സിലൊക്കെ ഈ പിഗ്മെന്റഡ് സബ്സ്റ്റൻസ് ആഡ് ചെയ്തിട്ടുള്ള ഒരു പെയിന്റിംഗ്, മാസ് ഡ്രോയിങ് പെയിന്റിംഗ് ഇതാണ് അക്രിലിക് പെയിന്റ് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എനി കൈൻഡ് ഓഫ് പെയിന്റിംഗ് സ്റ്റൈൽ. അല്ല സ്റ്റൈലിനും യൂസ് ചെയ്യാം, ലൈക്ക് എനി സ്റ്റൈലാണെങ്കിലും മീഡിയം, ഏത് മീഡിയത്തിലും യൂസ് ചെയ്യാൻ പറ്റിയൊരു പെയിന്റ് ആണ്. ഡീറ്റെയിൽ പോർട്രേറ്റ് ആണെങ്കിലും അബ്സ്ട്രാക്റ്റഡ് ആർട്ട് ആണെങ്കിലും പറയുമ്പോൾ മോസ്റ്റ് വേഴ്സറ്റൈൽ ജിഷാനയുടെ വോയിസ് സാർ ഞാൻ ജോയിൻ ചെയ്തു, ലീവ് ആയി പോയതായിരുന്നു. ഓക്കെ, അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ്: വാട്ടർ soluble when wet, modern, then a plastic polymer. So ഇതൊരു പ്ലാസ്റ്റിക് പോളിമർ ആണ്, അതുകൊണ്ട് തന്നെ ഡ്രൈസ് ഇൻ ടു എ ഫ്ലെക്സിബിൾ വാട്ടർ റെസിസ്റ്റന്റ് സബ്സ്റ്റൻസ് ആയിട്ട് ഇത് മാറും. സോ ഡ്യൂറബിൾ, ഇത് നല്ല ഡ്യൂറബിൾ ആയിട്ട് വാട്ടർ റെസിസ്റ്റന്റും ആണ് ഡ്യൂറബിളും ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് അഡീഷണൽ ലെയേഴ്സ് നമ്മൾക്ക് ഇതിന്റെ മേലെ തന്നെ ആഡ് ചെയ്യാൻ പറ്റും. വാട്ടർ റെസിസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ മിക്സപ്പ് വരില്ല, അഡീഷണൽ ലെയേഴ്സ് ആഡ് ചെയ്തുകൊണ്ടിരിക്കാം. ദെൻ ലിറ്റിൽ ഓർഡർ, നോ ഫ്യൂംസ്, നോൺ ഫ്ലെയിമബിൾ ആണ്. ഡു നോട്ട് മിക്സ് വിത്ത് ടെർപ്പന്റൈൻ ആൻഡ് ഓയിൽസ്. ടെർപ്പന്റൈനോ ഓയില് ആയിട്ട് ഇത് മിക്സ് ആവില്ല. പക്ഷെ അക്രിലിക് എമൽഷൻ പെയിന്റ്സ് അല്ലെങ്കിൽ അതിന്റെ മീഡിയ ആയിട്ടുള്ള സബ്സ്റ്റൻസിൽ മാത്രമേ ഇത് മിക്സ് ആയിട്ട് വരുള്ളൂ. ആൻഡ് പർപ്പസ് എന്ന് പറയുമ്പോൾ അക്രിലിക് ക്യാൻ ബി അപ്ലൈഡ് ഇൻ തിൻ ലെയേഴ്സ് ആയിട്ട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു വാട്ടർ കളർ അല്ലെങ്കിൽ വാട്ടർ ബേസ്ഡ് മീഡിയ ആയിട്ടുള്ള റിസംബ്ലൻസ് വരും. അതായത് വാട്ടർ കളർ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇത് അക്രിലിക് പെയിന്റ് നമ്മൾ തിൻ ലെയർ ആയി യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ക്യാരക്ടർ ആയിട്ട് വരും. തിക്ക് ലെയർ ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ നമുക്കിത് തിക്ക് ലെയർ ആയിട്ടും യൂസ് ചെയ്യാം. ബൈ ആഡിങ് ജെൽ അല്ലെങ്കിൽ മോൾഡിംഗ് പേസ്റ്റ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് പെയിന്റിങ്ങിന് യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഈസ് ലാറ്റക്സ് പെയിന്റ്. ലാറ്റക്സ് പെയിന്റ്സ് എന്ന് പറയുമ്പോൾ അക്രിലിക് പെയിന്റിന്റെ സെയിം ഒരു ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ്, പക്ഷെ അതിൽ ലാറ്റക്സ് ടു എ generic term used to classify water-based coating emulsion that are produced with synthetic acrylic binders. Synthetic acrylic binders നിന്നും പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു water-based coating emulsion ആണ്. Then some paints also contain enamel, an additive that make the dry surface harder and less porous. ഇതില് ചില പെയിന്റ്സിൽ തന്നെ ഇനാമൽസ് ഉണ്ട്. അത് എന്ന് പറഞ്ഞാൽ ഡ്രൈ സർഫസിനെ ഒന്നും കൂടെ ഹാർഡർ ആക്കാനും ലെസ് പോറസ് ആക്കാനും സഹായിക്കുന്നതാണ്. ദെൻ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ കംസ് ഇൻ വെറൈറ്റി ഓഫ് പെയിന്റ് ഫിനിഷ്, ഫെയ്ഡ് ലെസ് ഇൻ ഹൗസ് എക്സ്റ്റീരിയർസിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പെയിന്റ് ആണ്. അധികം മങ്ങലൊന്നും വരില്ല, ആ ഒരു പെയിന്റ് ഫിനിഷ് ഇറ്റ് ലാസ്റ്റ്. ദെൻ ഡ്രൈ ഫാസ്റ്റ്, നോൺ ഫ്ലെയിമബിൾ, ക്ലീൻ അപ്പ് ഈസിലി വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ, ലെസ് ടോക്സിക് ആണ്. ദെൻ സ്മോളർ എമൗണ്ട് ഓഫ് ഓർഡർ, സ്മെല്ല് അധികം ഉണ്ടാവില്ല. ദെൻ ഡിസഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ does not adhere well to glossy or wall surface. ഗ്ലോസി ആയിട്ട് സ്മൂത്ത് സർഫസിൽ ഇത് പെട്ടെന്ന് പിടിക്കില്ല. സ്മൂത്ത് സർഫസ്, ഗ്ലോസി വാൾ സർഫസിലൊന്നും ഇത് പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ദെൻ നീഡ് ടു ക്യൂർ 30 ഡേയ്സിന്റെ ഒരു ഗ്യാപ്പ് വേണം. വാഷബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 30 ഡേയ്സിന്റെ ആ ഒരു ഗ്യാപ്പ് കിട്ടിയാലേ ഇതിന് വാഷബിൾ എന്നുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് കിട്ടുള്ളൂ. ദെൻ റിക്വയർഡ് above freezing temperature, chips more readily than oil based paint. ചിപ്സ് എന്ന് പറയുമ്പോൾ ഈ പൊടിഞ്ഞു പോകുന്ന പെയിന്റ്സ് ഇങ്ങനെ
പൊടിഞ്ഞു പോകുന്ന ആ ഒരു ക്യാരക്ടർ ഒന്നും ഓയിൽ ബേസ്ഡിനേക്കാൾ എന്താണ്. ദെൻ പർപ്പസ് ഇത് എവിടെ യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്റ്റീരിയർസിലും യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് മോർ ഡ്യൂറബിൾ. ദെൻ ലാറ്റക്സ് പെയിന്റ് വിൽ കോസ് ദ സ്റ്റീലിൽ യൂസ് ചെയ്യുമ്പോൾ അത് സ്റ്റീലിനെ റെസ്റ്റ് ചെയ്യാനും വുഡിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ വുഡ് ഗ്രെയിൻ ആയി പോവാനും സാധ്യതയുണ്ട്. ദെൻ ലാറ്റക്സ് ഈസ് ഗുഡ് ഫോർ ജനറൽ പെയിന്റിംഗ് പ്രോഡക്ട്സ് സച്ച് ആസ് വാൾസ് ആൻഡ് സീലിംഗ്. വാൾസിലും സീലിംഗ്സിലുമാണ് ഇത് ഒന്നും കൂടെ യൂസ് ചെയ്യാറ്. ദെൻ അൺലൈക്ക് അക്രിലിക്സ് ഇറ്റ്സ് recommended to use latex paint. അപ്പോൾ ഒരു ലാർജ് ഏരിയ ഓഫ് പെയിന്റിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലാറ്റക്സ് പെയിന്റ് ആണ് റെക്കമെൻഡ് ചെയ്യുക. കാരണം ഇത് പർച്ചേസ് ചെയ്യുന്നത് ഒരു ലാർജ് ക്വാണ്ടിറ്റിയിലാണ് ഇത് പർച്ചേസ് ചെയ്യുന്നത്. സോ ലാർജ് സർഫസ് ഏരിയ ആയിട്ട് പെയിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാറ്റക്സ് പെയിന്റ് ആണ് അക്രിലിനേക്കാൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ഈസ് ലാറ്റക്സ് പോളിവിനൈൽ അസറ്റേറ്റ്. PVA, latex polyvinyl acetate. PVA is a synthetic resin prepared by polymerization of vinyl acetate. In its most important application, polyvinyl acetate serve as the film forming ingredient in water-based paints. ഒരു water-based paints-ൽ ഒരു film പോലെ നിൽക്കുന്ന ഒരു പെയിന്റ് ആണ് ഈ ലാറ്റക്സ് പോളിവിനൈൽ അസറ്റേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഓൾസോ യൂസ്ഡ് ഇൻ അഡസീവ്നെസ്. അഡസീവ്സ് ആയിട്ടും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. When employed in coating or adhesives, PVA is often partially hydrolyzed to a water-soluble polymer known as polyvinyl alcohol. ഈ ഒരു polyvinyl alcoholum കൂടെ എന്താ അഡസീവ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഹൈഡ്രലൈസ് ആയിട്ട് ഒരു വാട്ടർ സോല്യൂബിൾ പോളിമർ ആയിട്ട് മാറുകയാണ്. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ അൺലൈക്ക് സം അതർ തെർമോപ്ലാസ്റ്റിക് it won't turn yellow. ഒരു യെല്ലോയിഷ് കളറായിട്ട് ഇത് പെയിന്റ് ചെയ്തതിന് ശേഷം ഒരു യെല്ലോയിഷ് കളറായിട്ട് മാറില്ല. ലൈക്ക് അതർ തെർമോപ്ലാസ്റ്റിക്സിനെ പോലെ ഇതൊരു യെല്ലോയിഷ് കളറായി മാറില്ല. ദെൻ പോളിവിനൈൽ അസറ്റേറ്റ് ഡസ് നോട്ട് ക്രോസ് ലിങ്ക്, thus becoming insoluble. ഇത് വാട്ടർ ആയിട്ട് സോല്യൂബിൾ അല്ല, വേറെ സോൾവെന്റ്സ് ആയിട്ട് ഡിസോൾവ് ആവുമെങ്കിലും വാട്ടർ ആയിട്ട് അധികം സോല്യൂബിൾ അല്ല. അതുകൊണ്ട് തന്നെ അധികം ക്രോസ് ലിങ്ക് അല്ലെങ്കിൽ ഇൻസോല്യൂബിൾ ആയിട്ട് കിട്ടില്ല. ദെൻ ഇറ്റ് ഹാസ് പോളിവിനൈൽ അസറ്റൈറ്റ് ബൈൻഡിങ് ഏജന്റ് in it, so the paint will go on smoothly and consistent. അതായത് ഇപ്പൊ നമ്മൾ ഏത് സർഫസിൽ ഡ്രൈ സർഫസിൽ പെയിന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ലാറ്റക്സ് ഈ പെയിന്റ് PVA പെയിന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈ വാൾസിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കോട്ടുകൾ ചെയ്യേണ്ടി വരും. പക്ഷെ ഇതിൽ അധികം കോട്ട് ചെയ്യേണ്ടി വരില്ല, ബിക്കോസ് ഒരു കോട്ട് തന്നെ ഫുൾ ഫിനിഷ് നമുക്ക് തരും. Then polymer of polyvinyl acetate when applied on surface coating form film which have good physical property including flux resistance, resistance to oil and mud, durability. Durable ഒക്കെയാണ്. Then purpose പറയുകയാണെങ്കിൽ PVA is a primer that is used on new stick rock joint compounds, texture, topping mud. Okay, അപ്പോൾ സ്റ്റിക്ക് റോക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ പ്ലാസ്റ്റേഡ് ബോർഡ് പ്ലൈവുഡ് അങ്ങനത്തെ ടൈപ്പില് പ്രൈമറായി യൂസ് ചെയ്യുന്നതാണ് ഈ PVA എന്ന് പറയുന്നത്. Powafix wall and ceiling acrylic PVA is a smooth made and ceiling acrylic PVA എന്ന് പറയുന്നത് ഒരു സ്മൂത്ത് മെയ്റ്റ് ആൻഡ് സീലിംഗ് പെയിന്റ് ആണ്. ഓഫർ എ ഹൈ hiding finish that eliminates plasters imperfections. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ ഈ ബോർഡ് അല്ലെങ്കിൽ സ്റ്റീക്ക് റോക്കിന്റെ ഒക്കെ ജോയിന്റ്സ് തമ്മിലുള്ള ഗ്യാപ്പ് അല്ലെങ്കിൽ പോറസ് അതിന്റെ ഇംപെർഫെക്ഷൻസ് ഒക്കെ ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട് നല്ലൊരു ഫിനിഷാണ് ഈ പെയിന്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് കിട്ടുക. ഇത് ഇന്റീരിയറിലും എക്സ്റ്റീരിയറിലും യൂസ് ചെയ്യാവുന്ന ടൈപ്പ് ഒരു പെയിന്റ് ആണ് ഈ പോവാഫിക്സ് വാൾ ആൻഡ് സീലിംഗ് അക്രിലിക് PVA എന്ന് പറയുന്നത്. Then PVA primer is a latex based product that seals the pores of the drywall. നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈവാൾ എന്ന് പറയുമ്പോൾ ഈ സ്റ്റീക്ക് റോക്ക് ഒക്കെ തന്നെ പ്ലൈവുഡ്, പ്ലാസ്റ്റേർഡ് ബോർഡ്, അതിലുള്ള ഈ പോർസ് ഒക്കെ നല്ല സീൽ ചെയ്തിട്ട് നല്ലൊരു ഫിനിഷ് തരും ഈ ലാറ്റക്സ് ബേസ്ഡ് PVA primer. Then next is shellac based paint. Shellac based primers എന്ന് പറയുന്നത് സെയിം purpose തന്നെ, ഒരു എന്താ പോളിഷ് ടൈപ്പ് പെയിന്റ് ആണ്. They adhere to problem surface and block out stains. അപ്പോൾ സർഫസ് പ്രൊട്ടക്ട് ചെയ്യാനും വേണ്ടിയിട്ടും എന്താ ആണ് ഈ ഷെല്ലാക് ബേസ്ഡ് പെയിന്റ് യൂസ് ചെയ്യുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ primer can be used in low temperature and stick surface without sanding, stop bleeding, bleeding knots, snap trick. അപ്പോൾ എന്താ ഇത് മോസ്റ്റ്ലി വുഡിലാണ് യൂസ് ചെയ്യുക. അപ്പൊ വുഡിൽ ഉണ്ടാവുന്ന ചെറിയ ബ്ലീഡിങ് നോട്ട്സ്, ഈ വുഡിൽ ഉണ്ടാവുന്ന ഓരോ പ്രശ്നങ്ങൾക്കും വുഡിന്റെ ഗ്രെയിൻസ് അത് അങ്ങനെ ഗ്രെയിൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രൈമറാണ് ഷെല്ലാക് ബേസ്ഡ് പെയിന്റ്. ദെൻ ഗ്രേറ്റ് ഫോർ ഇന്റീരിയർ യൂസ് ഇൻ സീലിംഗ്, വാൾ, ഡോർ, ട്രിം, cabinets, furniture and more, and spot priming on exterior surface. പിന്നെ ഇതിന്റെ ഫ്ലാറ്റ് മെയ്ഡ് വൈറ്റ് ഫിനിഷ് അവൈലബിൾ ആണ്. Then shellac based formula blocks. Shellac based formula blocks orders permanently and completely and seals severe stains from water, smoke, fire damage more and dries in 20 minutes. അപ്പോൾ ഷെല്ലാക് ബേസ്ഡ് യൂസ് ചെയ്താല് വാട്ടർ എന്താ വുഡിന് വാട്ടർ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. Then excellent addition to glossy surface. അപ്പോൾ ഗ്ലോസി സർഫസിൽ ഈ ഒരു വുഡിൽ യൂസ് ചെയ്യുമ്പോൾ ഒരു ഗ്ലോസി സർഫസ് ആണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഇത് നല്ലൊരു എക്സലന്റ് അഡിഷൻ ടു ഗ്ലോസി സർഫസിന് ഒരു നല്ലൊരു പെയിന്റ് ആണ് ഷെല്ലാക് ബേസ്ഡ്. ദെൻ ക്ലീൻ അപ്പ് സ്പിൽസ്. അപ്പോൾ പിന്നെ ഗ്ലോസി സർഫസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനും ഒക്കെ നല്ലൊരു. ദെൻ പർപ്പസ് എന്ന് പറയുമ്പോൾ shellac based primers are possibly the best stain blocking primer, working well on severe water and smoke damage to walls and surface. They even seal in smells for smoke damage. Then next is can use them as an addition primer for painting over old varnish, stained plastic, existing oil based paint, metals, ceramic tile. Good for interior painting jobs. അപ്പോൾ ഓൾഡ് ഫർണിച്ചേഴ്സ്, അതായത് വുഡിന്റെ ആണെങ്കിലും ഏതാണെങ്കിലും ഏത് മെറ്റൽ ആണെങ്കിലും അതിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അഡിഷൻ പ്രൈമർ ആണ് ഈ ഷെല്ലാക്. ഇന്റീരിയറിൽ പെയിന്റിങ്ങിലെല്ലാം Yeah, I can resume now. Sir. Yeah, hello. ഞാൻ ബാക്കി പറഞ്ഞോട്ടെ. തീർച്ചയായിട്ടും. സർ, എൻ്റെ പേര് ഹന്ന. അപ്പം ബൈൻഡർ ഓർ മീഡിയം ബേസ്ഡ് ആയിട്ടുള്ള അടുത്ത പെയിന്റ് ആണ് പറയുന്നത് സ്പിരിറ്റ് ബേസ്ഡ് പെയിന്റ്. അതെന്ന് പറയുമ്പം
നൈട്രോ സെല്ലുലോസ്, ക്ലോറിനേറ്റഡ് നിയോപ്രീൻ റബ്ബർ പോലത്തെ മാൻമെയ്ഡ് ബൈൻഡറോ അല്ലെങ്കിൽ ഈ ഷെല്ലാക്ക്, ഡമാറ് പോലത്തെ നാച്ചുറൽ റെസിനോ ബൈൻഡറായിട്ട് യൂസ് ചെയ്യുന്ന പെയിന്റ് ആണ് സ്പിരിറ്റ് ബേസ്ഡ് പെയിന്റ് എന്ന് പറയുന്നത്. അത് തിന്നേഴ്സ് ആയിട്ടാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ട്രൈമീഡൈൽ ബെൻസീനായിട്ട് പോലത്തെ ആഡ് ചെയ്തിട്ട് അത് ബ്ലെൻഡ് ചെയ്യിക്കാറുണ്ട്. പിന്നെ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് അപ്ലിക്കേഷൻ ആണ്, റാപ്പിഡ് ഡ്രൈയിങ് ടൈം ആണ്. അത് ഇതിന്റെ പക്ഷെ ഇത് സ്പിരിറ്റ് ബേസ്ഡ് ആയതുകൊണ്ട് സ്ട്രോങ് ഓർഡറും അതുപോലത്തെ ടോക്സിക് ആൻഡ് ഇൻടോക്സിക് ഫ്യൂംസ് ഒക്കെ ഉണ്ടാവും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്യാൻ അത്ര ഈസി ആയിരിക്കില്ല, കാരണം ഈ സ്മെല്ലും ഇതൊക്കെ ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വേറെ സോൾവെന്റിന്റെ മേലെ ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റൂല, കാരണം പെയിന്റ് സ്ട്രിപ്പേഴ്സ് പോലെയുള്ള പെയിന്റിന്റെ മുകളിലൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റൂല. പിന്നെ ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് ബ്രഷ് ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മറ്റ് അപ്ലിക്കേഷനിലും ഓർഗാനിക് സോൾവെന്റ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ വുഡ് സർഫസിന്റെ മുകളിലുള്ള വാക്സി ഫിലിംസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. അതുപോലെ കാർ പാർട്സ് ഒക്കെ ഉള്ള ഓയിലി ആണെങ്കിൽ അത് സോക്ക് ചെയ്തിട്ടാൽ വൃത്തിയായിക്കോളും. അതുപോലെ തന്നെ വേറെ ടൂൾസ് ഒക്കെ ക്ലീൻ ചെയ്യാനാണ് ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യാറ്. അടുത്തത് എപ്പോക്സി പെയിന്റ് ആണ്. എപ്പോക്സി പെയിന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് സംഭവങ്ങൾ കൂടി ചേർന്നിട്ടാ, ഒന്ന് ബേസും പിന്നെ ക്യൂറിങ് ഏജന്റും. ബേസ് എന്ന് പറഞ്ഞാല് ഒരു എന്തായിരിക്കും ഒരു ബേസും ക്യൂറിങ് ഏജന്റും രണ്ട് ഇതായിട്ടാണ് അടിക്കുക. ഇത് രണ്ടും തമ്മിൽ കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് ഹാർഡൻ ചെയ്തിട്ട് പ്ലാസ്റ്റിക് പോലെ ആവുകയാണ് ഇത് ചെയ്യുക. അപ്പം ഇതിൽ യൂസ് ചെയ്യുന്നത് എന്താ പറയുക, ബേസ് എന്ന് പറഞ്ഞാൽ എപ്പോക്സി റെസിൻസ് ആണ്. ഈ എപ്പോക്സി റെസിൻസ് ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ ആണ്. ഇത് എന്താ പറയുക, ലെസ് ബ്രിട്ടിൽ ആക്കാൻ വേണ്ടി അഡിറ്റീവ്സ് ആഡ് ചെയ്യാറുണ്ട്. പക്ഷെ ആ സമയം അതിന്റെ കെമിക്കൽ റെസിസ്റ്റൻസ് കുറയും. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇത് രണ്ടും കൂടെ കൂടിയിട്ട് ഭയങ്കര കട്ടിയാവണം എന്നുള്ളതുകൊണ്ട് തന്നെ ഇത് ഹൈ സ്ട്രെങ്ത് ആണ്, ലോ ഷ്രിങ്കേജ് ആണ്. അതുപോലെ തന്നെ വേരിയസ് സബ്സ്റ്റൻസിനൊക്കെ അഡിയർ ചെയ്യാൻ പറ്റും. പിന്നെ എഫക്റ്റീവ് ഇലക്ട്രിക്കൽ ഇൻസുലേഷൻ ആണ്, കെമിക്കൽ ആൻഡ് സോൾവെന്റ് റെസിസ്റ്റന്റ് ആണ്, ലോ കോസ്റ്റ് ആൻഡ് ലോ ടോക്സിസിറ്റി ആണ്. രണ്ട് ലിക്വിഡ് കമ്പോണൻസ് ആണ്. അത് പറഞ്ഞാൽ നേരത്തെ പോലെ എപ്പോക്സി റെസിനും അതേപോലെ ഹാർഡനറും. ഇത് രണ്ടും കൂടെ ടഫ് ആയിട്ടുള്ള സോൾവെന്റ് റെസിസ്റ്റന്റ് ഫിനിഷ് ആണ് ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ ഇത് ഫ്ലോർസിൽ, കൗണ്ടർ ടോപ്സിൽ, ഡെക്സിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് നല്ല ഡ്യൂറബിൾ ആണ്. അതുകൊണ്ട് തന്നെ കോൺക്രീറ്റ് ഫ്ലോറിൽ, സ്റ്റീലിൽ, മറ്റ് ഇൻഡസ്ട്രിയൽ മെറ്റീരിയൽസിലൊക്കെ എപ്പോക്സി പെയിന്റ് യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത പോളിയൂറിത്തീൻ ആണ്. ഇത് ശരിക്കും ഒരു ഓയിൽ ബേസ്ഡ് വാർണിഷ് ആണ്. ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന വാർണിഷസിനേക്കാളൊക്കെ ഇതിന് പ്ലാസ്റ്റിസിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇത് വേഗം ക്യൂർ ചെയ്യാൻ പറ്റും, റെഡ്യൂസിങ് അതുകൊണ്ട് ടൈം കുറവാണ്, ലെസ് എക്സ്പെൻസീവ് ആണ്, അപ്ലൈ ചെയ്യാൻ ഈസിയാണ്, നല്ല വേഴ്സറ്റൈൽ കെമിസ്ട്രി ഉണ്ട്, ടഫ്നെസ് അത്യാവശ്യം ടഫാണ്. അതുപോലെ തന്നെ ആ കെമിക്കൽസിനൊക്കെ ഓൾമോസ്റ്റ് റെസിസ്റ്റന്റ് ആണ്, ഫ്ലെക്സിബിൾ ആണ്, ഓൾമോസ്റ്റ് സബ്സ്ട്രേറ്റ്സിനൊക്കെ അഡിയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പിന്നെ ഇത് അതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹാർഡ് സോളിഡ് ഫിനിഷ് ആയിട്ട് മാറുന്നതുകൊണ്ട് തന്നെ ഇതിപ്പം വുഡ് സർഫസിലൊക്കെ എന്താ പറയുക, സ്ക്രാച്ചസ് വരുന്നതിന്, അതുപോലെ തന്നെ പെയിന്റ് പീലാവുന്നതിന് ഒക്കെ വേണ്ടി യൂസ് ചെയ്യും. ഇത് ക്ലീൻ ചെയ്യാനും എളുപ്പമാണ്. അതുപോലെ തന്നെ ഈ ക്വാളിറ്റി, ഇത് ഹാർഡ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ടേബിൾ ടോപ്സിൽ, ബാർ ടോപ്സിൽ, ക്യാബിനറ്റ്സിൽ, ഇൻഡോർ സർഫസിലൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അടുത്തതാണ് ആൽക്കൈഡ് റെസിൻ. ആൽക്കൈഡ് റെസിൻ എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് ഓയിൽ മോഡിഫൈഡ് പോളിസ്റ്റർ ആണ്. ഇതൊരു ഫിലിം ഫോമിങ് ഏജന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് സർഫസ് കോട്ടിങ്ങിനാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഫിലിം ഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ ഏജിങ്, വെതറിങ്, വിയർ ഇതിനൊക്കെതിരെ പ്രൊട്ടക്ഷൻ തരും. ഈ ഓയിൽ, ഇതിൽ പ്രസന്റ് ആയിട്ടുള്ള ഓയില് ഡ്രൈയിങ് ടൈം, റെസിസ്റ്റൻസ്, കൺസിസ്റ്റൻസി ഒക്കെയാണ്. ഇതിൽ എത്രത്തോളം ഓയിൽ ഉണ്ടോ അതിനനുസരിച്ചാണ് ഡ്രൈയിങ് ടൈം, റെസിസ്റ്റൻസ്, കൺസിസ്റ്റൻസി ഒക്കെ വരുന്നത്. ഇത് പക്ഷെ അൺപ്രൈമഡ് ഡ്രൈവോളിലോ അൺപ്രൈമഡ് മാസണറിയിലോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റൂല. പക്ഷെ ഇതെന്ത് ചെയ്യുക, ഈ റോ വുഡിന്റെ മുകളിൽ, അതുപോലെ തന്നെ ഓൾറെഡി പെയിന്റ് ചെയ്ത സർഫസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിലെ സോൾവെന്റ്സ് ഒക്കെ ഓർഡർലെസ് ആണ്, പക്ഷെ ടോക്സിക് ആൻഡ് ഫ്ലെയിമബിൾ. അതുകൊണ്ട് തന്നെ വെൽ വെന്റിലേറ്റഡ് റൂമിൽ ഇതിനെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇത് മോസ്റ്റ് സെമി ഗ്ലോസ് ആൻഡ് ഗ്ലോസ് പെയിന്റ്സ് ഒക്കെ ആവശ്യമുള്ളടത്ത്, അഥവാ ഡോർസ്, ട്രാഫിക്, ഹെവി ട്രാഫിക് ഹോൾവേസ്, അവിടെയൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ കുറെ പേരൊക്കെ ഇതിൽ ബാത്റൂമിലും കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് നല്ലോണം വാഷബിൾ ആണ്.
പിന്നെ ഓയിൽ ബേസ്ഡ് കോട്ടിങ്സിനൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇതാണ്. പിന്നെ അടുത്ത ടങ് ഓയിൽ പെയിന്റ് ആണ്. ടങ് ഓയിൽ പെയിന്റ് എന്ന് പറഞ്ഞാൽ ഓയിൽ ബേസ്ഡ് പെയിന്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡ്രൈ ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ടാവണേനാണ് ഓയിൽ ബേസ്ഡ് പെയിന്റ് എന്ന് പറയുന്നത്. അപ്പം ടങ് ഓയിൽ റോ മെറ്റീരിയൽ ആയിട്ട് എന്താ പറയുക പോളിമറൈസ് ചെയ്ത് ഒരു ഡ്രൈങ് ഏജന്റ് കൂടെ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് ടങ് ഓയിൽ പെയിന്റ് എന്ന് പറയുന്നത്. ഇത് വേഗം ഡ്രൈ ചെയ്യും, അതുപോലെ ബ്രൈറ്റ്, ഫ്ലെക്സിബിൾ ആൻഡ് ഫാറ്റി ആണ്. ക്യാരക്ടേഴ്സ് പറയുകയാണെങ്കിൽ ഇത് വാട്ടർ പ്രൂഫ് ആണ്, അതുകൊണ്ട് തന്നെ കോട്ടിംഗ് മെറ്റൽ ആയിട്ട് നല്ലോണം യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം സിങ്ക് ഓക്സൈഡിന്റെ പ്രസന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് സോഫ്റ്റി ആൻഡ് റബ്ബറി ആണ്. എന്താ പറയുക യെല്ലോ കളറായിട്ട് മാറും, അതുകൊണ്ട് തന്നെ ഇൻഡോർസിൽ കെപ്റ്റ് ചെയ്യാൻ വെക്കാൻ പറ്റും. പിന്നെ ലെയേഴ്സ് ഓഫ് പെയിന്റ് ക്യാൻ ബി അപ്ലൈഡ് ഫ്രീലി. ഏതൊരു കണ്ടീഷൻ ഓക്കെ തിൻ ലെയേഴ്സ് ഓഫ് പെയിന്റ് ഏത് കണ്ടീഷനിലും അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ തിക്ക് ലെയർ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡ്രൈ ഇൻഡോസ് ആയിരിക്കണം, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സിങ്ക് ഓക്സൈഡ് ആയിരിക്കണം. ഈ സിങ്ക് ഓക്സൈഡിന്റെ പ്രസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് സോഫ്റ്റ് ആൻഡ് റബ്ബറി ആയിരിക്കും. പിന്നെ ടങ് ഓയിലിൽ ഏതെങ്കിലും ഒരു പിഗ്മെന്റ് ആഡ് ചെയ്താൽ തിന്നറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വ്രിംഗ്ലിംഗ് ഓഫ് ഓയിൽ അവോയ്ഡ് ചെയ്യാനൊക്കെ ഇത് യൂസ് ചെയ്യാം, ഏതെങ്കിലും പെയിന്റിന്റെ മുകളിലൊക്കെ അടിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്യുന്ന പർപ്പസ് തന്നെ മെറ്റൽ ഒബ്ജക്ട്സ്, ടൂൾസ്, അപ്ലയൻസ്, വെഹിക്കിൾസിലൊക്കെയാണ് ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് റീപെയിന്റ് ചെയ്യാൻ പറ്റും, ഔട്ട്ഡോറിൽ അടിച്ചാലും റീപെയിന്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഓട്ടോമൊബൈൽ ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യും. അത്യാവശ്യം വെതർ റെസിസ്റ്റന്റ് ആണ്. പിന്നെ ഏതെങ്കിലും പിഗ്മെന്റ് യൂസ് ചെയ്താൽ ഹീറ്റ് ക്യൂർ അഡ്ഹസീവ് ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത ലിൻസീഡ് ഓയിൽ പെയിന്റ് ആണ്. ലിൻസീഡ് ഓയിൽ പെയിന്റ് എന്ന് പറഞ്ഞാൽ സോൾവെന്റ് ഫ്രീ പെയിന്റ് ആണ്. അത് ഫ്ലാക്സ് ഓയിൽ ആൻഡ് നാച്ചുറൽ പിഗ്മെന്റ്സ് ഉണ്ടാക്കിയിട്ടുള്ള, അതുകൊണ്ട് തന്നെ നാച്ചുറൽ പിഗ്മെന്റ്സ് ആയതുകൊണ്ട് തന്നെ ഇപ്പം മോയിസ്ചറിന്റെ ട്രാപ്പ് ചെയ്യൂല, അതുപോലെ തന്നെ വുഡ് റോട്ട് അതിനൊക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞാൽ ലിൻസീഡ് ഓയിൽ പറഞ്ഞാൽ ഫ്ലെക്സിബിൾ ആൻഡ് പെർമിയബിൾ ആണ്, അതുകൊണ്ട് തന്നെ വുഡ് സർഫസിലും ഇപ്പം ഗ്രോ ആൻഡ് ഷ്രിങ്ക് വിത്ത് ഹ്യൂമിഡിറ്റി കാരണം മോയിസ്ചറിനെ ട്രാപ്പ് ചെയ്യില്ല പറഞ്ഞാൽ, അതുകൊണ്ട് തന്നെ ഇപ്പൊ വുഡ് സർഫസിലൊക്കെ നല്ല ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പം അക്രിലിക് പെയിന്റിന്റെ കവറേജിനേക്കാളും ഡബിൾ കവറേജ് ഉണ്ട് ഇതിന്. പിന്നെ പീലിംഗ് നടക്കുകയാണെങ്കിൽ അക്രിലിക് ബേസ്ഡ് മോഡേൺ ഇതിൽ പീലിംഗ് ഉണ്ടാവില്ല. ഇപ്പം ഏജ് ആവുകയാണെങ്കിൽ ഇത് ലിൻസീഡ് ഓയിൽ എന്ത് ചെയ്യുക, ഒരു കോട്ടും കൂടെ അടിക്കുക. അപ്പൊ ഈ കളർ പിഗ്മെന്റ് അതേ ഇന്റൻസിറ്റിയിൽ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും. എന്താ പറയുക, ഇതില് ഇപ്പൊ പീലിംഗ് ഇല്ലല്ലോ, അപ്പൊ ബാരിയറും ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ഹൈ പെനിട്രേഷനും ആണ്, എൻവയോൺമെന്റിന് സേഫും ആണ് സംഭവം. അപ്പം ഇത് എക്സ്റ്റീരിയറിലും ഇന്റീരിയറിലും പോർച്ചസ്, വിൻഡോ അവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് എന്തിനാന്ന് വെച്ചാൽ പ്രൊട്ടക്ട്, പ്രിസർവ് ആൻഡ് നറിഷ് വുഡ് സർഫസിനാണ് മെയിൻ ആയിട്ട് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ലിൻസീഡ് ഓയിൽ തന്നെ അതിന് വേണ്ടി പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. പിന്നെ മെറ്റൽ ഫെൻസസ്, ഗേറ്റ് വേ, ഹാർഡ്വെയർ അതിനൊക്കെ വേണ്ടിയും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓൾഡ് ഹോംസിലൊക്കെയാണ് ഇത് മെയിൻ ആയിട്ട് വുഡ് സർഫസിലൊക്കെയാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിനൊരു റസ്റ്റ് ഇൻഹിബിറ്റർ ആയിട്ടും ഇത് ആക്ട് ചെയ്യുന്നു, അതുകൊണ്ടാണ് മെറ്റലിൽ യൂസ് ചെയ്യുന്നു പറഞ്ഞിട്ടുള്ളത്. അടുത്ത ക്ലോറിനേറ്റഡ് റബ്ബർ ആണ്. ഇത് എന്താ പറയാ ഹാർഡ് ആയിട്ടുള്ള ഒരു സംഭവം, അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇതിൽ കാണിച്ച പോലെ റോഡ് മാർക്കിങ്, സ്വിമ്മിംഗ് പൂളിലൊക്കെ നല്ല യൂസ് ചെയ്യുന്ന സംഭവമാണ് ഇത്. വെറൈറ്റി ഓഫ് സർഫസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. മെറ്റൽ, കോൺക്രീറ്റ്, റോഡ്, മാനുവൽ കവർ, ഡ്രൈസ്, അത് വേഗം ഡ്രൈ ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. നല്ല ഫ്ലെക്സിബിലിറ്റി ആണ്, കെമിക്കൽ റെസിസ്റ്റൻസ് ആണ്, ഡ്യൂറബിൾ ആണ്. പിന്നെ ഇംപെർമെബിലിറ്റി ടു വാട്ടർ ആണ്, അതുകൊണ്ടാണ് സ്വിമ്മിംഗ് പൂളിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഹയർ റെസിസ്റ്റൻസ് ടു മോയിസ്ചർ, പെനിട്രേഷൻ, ഫംഗസ് ഗ്രോത്ത്, ഫ്യൂംസ് ഒക്കെയാണ്. പിന്നെ ഓൾമോസ്റ്റ് കെമിക്കൽസിനൊക്കെ. പിന്നെ അതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്യുന്നത് സ്റ്റീൽ ആൻഡ് കോൺക്രീറ്റ് സ്ട്രക്ചറിലാണ് യൂസ് ചെയ്യുന്നത്, കോസ്റ്റൽ ആൻഡ് കെമിക്കൽ എൻവയോൺമെന്റിൽ. പിന്നെ ഫ്രീക്വന്റ് അഗ്രികൾച്ചർ, ഇൻഡസ്ട്രിയൽ ഒക്കെ ഈ കെമിക്കൽസ് യൂറിന്, സീവേജിനൊക്കെ എക്സ്പോസ്ഡ് ആവുന്ന സർഫസിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അത്രയും പ്രൊട്ടക്ഷൻ ആണ് ഈ കെമിക്കൽസിനൊക്കെ അഗെയിൻസ്റ്റ്. പിന്നെ ബ്രിക്ക് വർക്ക്, കോൺക്രീറ്റ്, സ്റ്റീല്, വുഡ് നെഗ്ലക്റ്റ്, അങ്ങനെ എന്താ പറയാ ഓൾമോസ്റ്റ് സംഭവങ്ങളിലൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. കുറെ കൊല്ലങ്ങളായിട്ട് സ്വിമ്മിംഗ് പൂളിൽ യൂസ് ചെയ്യുന്ന ഒരു മെയിൻ സംഭവമാണ് ഇത്. ഓർണമെന്റൽ പോൺസ്, പൂൾ സൈഡ്സ് അതിനൊക്കെ യൂസ് ചെയ്യുന്ന. അടുത്തത് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റംബർ ആണ്. ഡിസ്റ്റംബർ എന്ന് പറഞ്ഞാൽ ചീപ്പർ വെറൈറ്റി ഓഫ് പെയിന്റ്. അതിൽ ചോക്കാണ് ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, വാട്ടർ കാരിയർ ആയിട്ടും യൂസ് ചെയ്യും. അപ്പൊ ഇതിൽ യൂസ് ചെയ്യുന്ന ഇതിന്റെ ശേഷം അടിക്കുന്ന എമൽസിഫൈങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ഗ്ലൂ ഓർ കേസിംഗ് ആണ്.
ഡിസ്റ്റംബേഴ്സ് ആർ അവൈലബിൾ, പൗഡർ ആയിട്ടും അല്ലെങ്കിൽ പേസ്റ്റ് ആയിട്ടും ഇത് അവൈലബിൾ ആണ്. ഇത് ഹോട്ട് വാട്ടർ ആയിട്ട് മിക്സ് ചെയ്തിട്ടാണ് സംഭവം യൂസ് ചെയ്യുക. thoroughly ഇപ്പം യൂസ് ചെയ്യേണ്ട സർഫസ് ആദ്യം റബ്ഡ് ആൻഡ് ക്ലീൻഡ് ആക്കും, പിന്നെയാണ് ഇത് യൂസ് ചെയ്യുക. ക്രാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ പുട്ടിയിട്ട് അടച്ചതിന് ശേഷമാണ് ഇത് യൂസ് ചെയ്യുക. ഇത് 2 കോട്ട്സ് ആയിട്ടാണ് അപ്ലൈ ചെയ്യുക. ആദ്യത്തെ കോട്ട് അപ്ലൈ ചെയ്തിട്ട് എന്താ പറയുക, ഇത് ഡ്രൈ ചെയ്യാൻ 2 മാസമൊക്കെ വെക്കണം, അതൊരു ഇതാണ്. പിന്നെ ഇതൊക്കെ ലൈറ്റ് കളേഴ്സ് ആണ്, കാണുമ്പോൾ ലൈറ്റ് കളേഴ്സ് ആണ് ഇതിന് കിട്ടുക. കോട്ടിങ്സ് ഒക്കെ ജനറലി തിക്കാണ്, റിഫ്ലക്റ്റീവ് കോട്ടിംഗ് ആണ്. ഓയിൽ പെയിന്റിനേക്കാളും ഡ്യൂറബിളും ആണ്, ചീപ്പറും ആണ്. പിന്നെ ഇതിന് ആദ്യം വൈറ്റ് വാഷിനും വേണ്ടി പണ്ടത്തെ കാലത്തൊക്കെ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഒരുപാട് ഡെക്കറേറ്റീവ് പെയിന്റ് ആയിട്ടാണ് മെയിൻ ആയിട്ട് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. പെയിന്റിംഗ് വാൾസ് ആൻഡ് അതർ ടൈപ്പ് ഓഫ് റെക്രിയേഷൻ. വാട്ടർ പ്രൂഫ് അല്ല, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്റീരിയറിൽ കുറവാണ് ഇത് യൂസ് ചെയ്യൽ. പിന്നെ അടുത്ത എമൽഷൻ പെയിന്റ് ആണ്. എമൽഷൻ എന്ന് പറഞ്ഞാൽ ഒരു വാട്ടർ ബേസ്ഡ് പെയിന്റ് ആണ്. ഇന്റേണലി ആൻഡ് എക്സ്റ്റേണൽ വാൾ സർഫസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ വാട്ടർ ആയിരിക്കും സോൾവെന്റ്, വാട്ടർ പിന്നെ ബൈൻഡർ, പിഗ്മെന്റ്, അഡിറ്റീവ്സ് ഇതൊക്കെ കൂടി ചേർന്നിട്ട് ഉണ്ടാവുന്നതാണ് ഈ എമൽഷൻ പെയിന്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിലെ ബൈൻഡർ ആയിട്ട് വരുന്നത് ആൽക്കൈഡ് റെസിൻസ്, അക്രിലിക് റെസിൻസ്, എപ്പോക്സീസ് ഒക്കെയാണ് ഇതിലെ ബൈൻഡർ ആയിട്ട് വരുന്നത്. ഇത് ലെസ് ടോക്സിക് ആണ്. ഓയിൽ ബേസ്ഡ് പെയിന്റിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് ലെസ് ടോക്സിക് ആണ്. 0 വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട് ആണ് ഇത് റിലീസ് ചെയ്യുന്നത് എന്നാ പറയാ. പിന്നെ ഇതിന്റെ വാഷബിലിറ്റി നല്ല അത്യാവശ്യം വാഷബിൾ ആണ്. അത് സർഫസ് ലീനിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ഇതിന്റെ വാഷബിലിറ്റി. അതുകൊണ്ട് തന്നെ മാനുഫാക്ചേഴ്സ് ചിലത് വാഷബിൾ ആയിരിക്കും, ചിലത് വൈപ്പബിൾ ആയിരിക്കും, ചില ഷീന. അതിനനുസരിച്ചാണ് ഇതിന്റെ വാഷബിലിറ്റി വരുന്നത്. പിന്നെ ഇതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇത് ഡ്രൈ ക്വിക്കർ ദാൻ അതർ വാട്ടർ ബേസ്ഡ് പെയിന്റ് ആൻഡ് ഓയിൽ ബേസ്ഡ് പെയിന്റ്. അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാൻ ഈസിയാണ്. ബ്രഷസ് യൂസ് ചെയ്തും റോളർ യൂസ് ചെയ്തും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് അപ്പൊ തന്നെ അതേപോലെ എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ വാട്ടർ ആഡ് ചെയ്യണം, അഥവാ തിന്നർ ആഡ് ചെയ്യണം, എന്നിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. തിന്നർ ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ പെയിന്റിന്റെ മുകളിൽ ഫിനിഷസിൽ ഡിഫക്ട്സ് ഒക്കെ വരാൻ സാധ്യത ഉണ്ട്. ഇത് ന്യൂ ആസ് വെൽ ആസ് ഓൾഡ് പ്ലാസ്റ്റേർഡ് സർഫസിൽ യൂസ് ചെയ്യാൻ പറ്റും. മെറ്റൽ, വുഡൻ, ഫർണിച്ചർ, ഗ്ലാസ് ആൻഡ് കോൺക്രീറ്റിന്റെ മുകളിൽ ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. സർ അടുത്തത് പ്രസന്റ് ചെയ്യുന്നത് ഹൃതിക. അപ്പൊ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ പിഗ്മെന്റ്സ് എങ്ങനെയാണ് പെയിന്റ് ക്ലാസിഫൈഡ് ആയിരിക്കുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് നെക്സ്റ്റ് സ്ലൈഡ്. ഫസ്റ്റ് വൺ ഇസ് സിങ്ക് റിച്ച് ഓർ സിങ്ക് ഡസ്റ്റ് പ്രൈമർ. ഈ ഒരു പ്രൈമർ എന്ന് പറയുമ്പോൾ സിങ്ക് റിച്ച്, ആസ് നെയിം സജസ്റ്റ്, ഇതിൽ സിങ്കിന്റെ കണ്ടന്റ് വളരെയധികം കൂടുതലാണ്. ഇതിൽ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് സിൽവർ, വൈറ്റ്, മെറ്റാലിക് സിങ്ക്. അതുകൊണ്ട് തന്നെ ഇതിന് അങ്ങനെ ഒരു കളർ ഷെയ്ഡാണ് ഈ ഒരു പ്രൈമറിനുള്ളത്. പിന്നെ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ബ്രീഫായിട്ട് പറയാനാണെങ്കിൽ ഈ സിങ്ക് റിച്ച് പെയിന്റ്സിന് ഒരു കണ്ടിന്യൂസ് ടെമ്പറേച്ചർ അപ് ടു 550 ഡിഗ്രി സെൽഷ്യസ് വരെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇതൊരു കൊറോഷൻ പ്രിവെന്റീവ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ പേർപ്പസ് പറയാനാണെങ്കിൽ മെയിൻലി ഇൻഡസ്ട്രീസിലൊക്കെ അയേണും സ്റ്റീലും സബ്സ്ട്രേറ്റ്സ് ഒക്കെ അതിനൊരു പ്രിപ്പറേറ്ററി കോട്ടിംഗ് കൊടുക്കാനായിട്ട് ടു പ്രിവെന്റ് അഗൈൻസ്റ്റ് കൊറോഷൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ സിങ്ക് റിച്ച് ഓർ സിങ്ക് ഡസ്റ്റ് പ്രൈമർ. നെക്സ്റ്റ് ഇസ് വൈറ്റ് ലെഡ് പെയിന്റ്സ്. വൈറ്റ് ലെഡ് പെയിന്റ്സ് ആസ് എ നെയിം സജസ്റ്റ്, ഇതിൽ ലെഡ് ആണ് മെയിൻ എലമെന്റ് ആയിട്ടുള്ളത്. ഇതിപ്പോ നമുക്ക് പെയിന്റിൽ വൈറ്റ് പിഗ്മെന്റിന്റെ ആവശ്യം എക്സ്റ്റെൻസീവ്ലി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ വൈറ്റ് ലെഡ് പെയിന്റ്സ് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇത് ഉണ്ടാക്കുന്നത് ലെഡ് പൗഡർ ചെയ്തിട്ട് ലിൻസീഡ് ഓയിൽ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു പെയിന്റ് ഉണ്ടാക്കുന്നത്. therefore it's insoluble in water. പിന്നെ ഇതിന്റെ നല്ല കവറേജ് ആണ്. സാധാരണ വൈറ്റ് പിഗ്മെന്റിനായിട്ടുള്ള പെയിന്റിനേക്കാളും നല്ല കവറേജ് ഈ ഒരു വൈറ്റ് ലെഡ് പെയിന്റിന് കിട്ടും. പക്ഷെ ഇതിന് കുറച്ച് ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്താന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയറിലുള്ള സൾഫർ കോമ്പൗണ്ട്സ് ആയിട്ട് ഇത് റിയാക്ട് ചെയ്തിട്ട് ഡാർക്ക് സബ്സ്റ്റൻസ് ഫോം ചെയ്യും. അപ്പൊ അതൊരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഈ ഒരു പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ചോക്കി ഫിലിം പോലെ ഇങ്ങനെ വരാനും ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ പേർപ്പസ് എന്ന് പറയാനായിട്ട് ഇത് ഭയങ്കര ചീപ്പാണ്. പക്ഷെ ഡീകളറൈസ് ഓൺ എക്സ്പോഷർ. അതുകൊണ്ട് തന്നെ എക്സ്റ്റീരിയർ വർക്ക്സിന് പ്രിഫറബിൾ അല്ല. കുറച്ചുകൂടി ഇന്റീരിയർ വർക്ക്സിനാണ് ഇത് കുറച്ചുകൂടി പ്രിഫറബിൾ. കാരണം കൊറോഷൻ റെസിസ്റ്റന്റ് അല്ല, അതുപോലെ തന്നെ ഓൺ എക്സ്പോഷർ ഡീകളറൈസസ്. അതുകൊണ്ട് എക്സ്റ്റീരിയർ വർക്ക്സിന് ഇത് യൂസ് ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത്.
The next is zinc chromate. Zinc chromate ഒരു ആൽക്കലൈഡ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൈമർ ആണ്. ഇത് ബേസിക്കലി അയൺ ആൻഡ് സ്റ്റീലിന് വേണ്ടി പ്രൈമർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ സിങ്ക് ക്രോമേറ്റ്. ഇതും ഒരു കൊറോഷൻ റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രൈമർ ആണ്. ഇത് അടിച്ചു കഴിഞ്ഞാൽ സർഫസിന്റെ ഡ്യൂറബിലിറ്റി സെവറൽ ടൈംസ് ഇൻക്രീസ് ആവും. പിന്നെ ഇതിന്റെ ഒരു ടെക്സ്ചർ പറയുകയാണെങ്കിൽ ഒരു ലോ ഗ്ലോസി ഫിനിഷ് ആണ് ഈ ഒരു പ്രൈമറിനുള്ളത്. ഇതിന്റെ പേർപ്പസ് ആസ് ഇറ്റ് ഇസ് കൊറോഷൻ റെസിസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ അയൺ സ്റ്റീലിൽ തന്നെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് കാൽഷ്യം പ്ലംബേറ്റ് പ്രൈമർ. ഇതൊരു ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രൈമർ ആണ്. ആസ് എ നെയിം സജസ്റ്റ് ഇതിൽ കാൽഷ്യം പ്ലംബേറ്റ് ആണ് മെയിൻ കോമ്പൗണ്ട് ഉള്ളത്. അതും ഒരു ആന്റി കൊറോസീവ് ആയിട്ടുള്ള പിഗ്മെന്റ് ആണ്. പിന്നെ ഇതിനൊരു എക്സലന്റ് എഡഷൻ ആണ്. നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് പെയിന്റ് ചെയ്ത് തീർക്കാം. പിന്നെ കൊറോഷൻ റെസിസ്റ്റന്റ് ആണ്. പിന്നെ പെയിന്റ് അടിക്കുന്ന മുന്നേ നല്ല ഒരു ഫിനിഷ്ഡ് ആയിട്ടുള്ള ടോപ്പ് കോട്ടിങ് ഇത് ഈ ഒരു പ്രൈമർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. പിന്നെ പേർപ്പസ് പറയാനാണെങ്കിൽ ഇത് ടിമ്പറിലും മെറ്റലിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത് രണ്ടും വരുന്ന കമ്പൈൻഡ് ആയി വരുന്ന സ്ട്രക്ചേഴ്സിലൊക്കെ നമുക്ക് സുഖമായിട്ട് അപ്ലൈ ചെയ്യാം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വിൻഡോ എടുക്കുകയാണെങ്കിൽ അതിൽ മെറ്റൽ ഫ്രെയിമും ഉണ്ടാവും, പിന്നെ ചിലപ്പോൾ വുഡൻ ഫ്രെയിം എല്ലാം കൂടി മിക്സർ ആയിട്ടല്ല വിൻഡോ വരിക. അപ്പൊ നമുക്ക് അത് രണ്ടിനും ഇത് തന്നെ ഇതേ പ്രൈമർ തന്നെ യൂസ് ചെയ്യാം. അപ്പൊ അത് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. നെക്സ്റ്റ് മൈക്കേഷ്യസ് അയൺ ഓക്സൈഡ്. ഇത് മൈക്കേഷ്യസ് അയൺ ഓക്സൈഡ് ആണ് ഈ ഒരു പ്രൈമറിന്റെ മെയിൻ കോമ്പണന്റ്. ലോങ് ടേം ഡ്യൂറബിലിറ്റി ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രൈമർ. പിന്നെ ഇത് ഒരു ഡാർക്ക് ഗ്രേ അപ്പിയറൻസ് ആണ്. ഈ ഫോട്ടോയിലാണ് പോലെ ഒരു മെറ്റാലിക് അപ്പിയറൻസ് ആണ് ഈ ഒരു പ്രൈമറിനുള്ളത്. ഇത് ഇൻസോലബിൾ ഇൻ വാട്ടർ, ഓർഗാനിക് സോൾവെന്റ്സ്, ആൽക്കലീസിലൊക്കെ ഇൻസോലബിൾ ആണ്. പക്ഷെ കുറച്ചുകൂടി അസിഡിക് സൊല്യൂഷൻസിലാണ് കുറച്ചും കൂടി സോലബിൾ. അതൊരു എലിവേറ്റഡ് ടെമ്പറേച്ചറിലുള്ള അസിഡിക് സൊല്യൂഷൻസിലെല്ലാം ഇത് സോലബിൾ ആണ്. പിന്നെ ഇത് മിക്ക കെമിക്കൽസുമായിട്ടും നോൺ റിയാക്റ്റീവ് ആണ്. പിന്നെ അത്യാവശ്യം നല്ല ഒരു ടെമ്പറേച്ചർ വരെ മെൽറ്റ് ചെയ്യാണ്ട് പിടിച്ചെടുക്കാനുള്ള സ്റ്റെബിലിറ്റി ഉണ്ട്. പേർപ്പസ് ആയിട്ട് ഇത് സ്റ്റീലിലും അങ്ങനെ സ്റ്റീൽ അയണിലൊക്കെ കൊറോഷൻ റെസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൈമർ കൂടിയാണ്, പെയിന്റ് കൂടിയാണ്. നെക്സ്റ്റ് ഇസ് റെഡ് ലെഡ് പെയിന്റ്. റെഡ് ലെഡ് പെയിന്റ് എന്ന് പറയുന്നത് ഇതില് ഒരു റെഡിഷ് ടിന്റ് ആണ് ഈ പെയിന്റിനുള്ളത്. പിന്നെ ഇത് ഓരോ ആസിഡ് അനുസരിച്ച് ഇതിന്റെ കളർ മാറുന്നുണ്ട്. നൈട്രിക് ആസിഡ് ആകുമ്പോൾ ബ്രൗൺ, സൾഫ്യൂരിക് ആസിഡ് അങ്ങനെ ആകുമ്പോൾ ബ്ലാക്ക്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആകുമ്പോൾ വൈറ്റ്. പിന്നെ ഇത് കുറച്ചുകൂടി ഹെവി ആണ്, ഒപ്പേക്ക് ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ ഒരു ഓറഞ്ച് റെഡിഷ് പിഗ്മെന്റ് ആണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ലെഡ് ടെട്രോക്സൈഡ് എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ആണ് ഇതിന്റെ മെയിൻ കോൺസ്റ്റന്റ്. അപ്പൊ അതുകൊണ്ടാണ് അതിനൊരു ഓറഞ്ചിഷ് റെഡ് ടിന്റ് വരുന്നത്. പിന്നെ ഇതും കൊറോസീവ്, ആന്റി കൊറോസീവ് ആണ്. അതുകൊണ്ട് തന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ്. നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡ്യൂറബിൾ ആണ്, കാരണം തിക്ക് ആയതുകൊണ്ട്. പിന്നെ ഇതിന്റെ പേർപ്പസ് പറയാനാണെങ്കിൽ ഇത് ഗ്ലാസ് പെയിന്റ് ചെയ്യാനും സെറാമിക് ഗ്ലേസസ് അങ്ങനത്തെ ഒരു ഫിനിഷ് കിട്ടാനായിട്ടൊക്കെ യൂസ് ചെയ്യും. പിന്നെ ആന്റി കൊറോസീവ് ആയതുകൊണ്ട് തന്നെ സ്ട്രക്ചറൽ അയൺ ആൻഡ് സ്റ്റീലിലും ഇത് യൂസ് ചെയ്യും. നെക്സ്റ്റ് ഗ്രഫൈറ്റ് പെയിന്റ്. ഗ്രഫൈറ്റ് പെയിന്റ് പറയണ പോലെ തന്നെ ഗ്രഫൈറ്റ് ആണ് മെയിൻ കോൺസ്റ്റുവന്റ് ഇതിലത്തെ. അത് ഓയിലുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ ഒരു പെയിന്റ്. ഇത് ഗ്രഫൈറ്റ് നമുക്കറിയാം ഒരു ഇലക്ട്രിക്കലി കണ്ടക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പെയിന്റും ഇലക്ട്രിക്കലി കണ്ടക്റ്റീവ് ആണ്. ഒരു ലോ ലെവൽ ഇലക്ട്രിക്കൽ കറന്റ് പാസ് ചെയ്യും ഈ പെയിന്റിൽ കൂടെ. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പേർപ്പസ് ആയിട്ട് പറയാനാണെങ്കിൽ സോളാർ ആൻഡ് ബാറ്ററി പ്രൊജക്ട്സിലൊക്കെ ഈ ഒരു പെയിന്റ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ മെറ്റാലിക് സ്ട്രക്ചേഴ്സ് കോട്ട് ചെയ്യാനും ഗ്രഫൈറ്റ് പെയിന്റ് യൂസ് ചെയ്യാറുണ്ട്. ജിഷാനാണ് പ്രസന്റ് ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ ഷീൻ ആണ് അടുത്ത ക്ലാസിഫിക്കേഷൻ. സോ ബേസ്ഡ് ഓൺ ഷീൻ എന്ന് പറയുന്നത് ദ amount of light reflected by the painted surface reflect ചെയ്യുന്ന amount of light ആ ഒരു ഇതിന്റെ ബേസിലാണ് ഇത് 5 കാറ്റഗറി ആക്കി മാറ്റിയിട്ടുണ്ട്. സോ ഫസ്റ്റ് ഈസ് ഫുൾ ഗ്ലോസി, സെമി ഗ്ലോസി, സാറ്റിൻ, എഗ്ഷെൽ ആൻഡ് മേറ്റ്. ഫുൾ ഗ്ലോസി എന്ന് പറയുമ്പോൾ 70 to 90% ഓഫ് ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. മേറ്റ് ആവുമ്പോൾ മാറ്റ് ഫിനിഷ് ആവുമ്പോൾ ലെസ് ദാൻ 10%. So first is matte finish or flat paint. Matte or flat paint. Next.
സോ ഫസ്റ്റ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, മാറ്റ് ഫിനിഷിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ നോൺ റിഫ്ലക്റ്റീവ് ആണ്, സ്മൂത്ത് അപ്പിയറൻസ്, non-reflective, smooth appearance that hide surface blemishes. ഇതിൽ വാൾസിലുള്ള ഇംപെർഫെക്ഷൻസ് ഒക്കെ ഇത് ഹൈഡ് ചെയ്യും, നല്ല പെർഫെക്റ്റ് ഫിനിഷിന് തരിക. Then matte paint requires less coat than higher glossy paint and is easier to touch up. അപ്പോൾ ഇതിന് അധികം കോട്ടിങ്ങിന്റെ ആവശ്യം വേണ്ട, ഗ്ലോസി ഫിനിഷിന്റെ അത്രയൊന്നും കോട്ടിങ്ങിന്റെ ആവശ്യം വേണ്ട, ആൻഡ് ഈസിയർ ടു ടച്ച് അപ്പ്. Then cleans easily with a damp sponge. ഒരു സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് ക്ലീൻ ചെയ്യാം. പക്ഷേ ക്ലെൻസേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ ഇതിന് ഡാമേജസ് വരാൻ ചാൻസ് ഉണ്ട്. ദെൻ പർപ്പസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈ വാൾ, സീലിംഗ്, low traffic area like adult room, dining rooms. Okay. Then pros and cons. Pros പറയുമ്പോൾ matte and flat finish cover imperfection in surface. നേരത്തെ പറഞ്ഞ പോലെ സർഫസസിലെ imperfections ഒക്കെ കളയും. ആൻഡ് ഇത് ബെഡ്റൂംസിൽ, ഡൈനിങ് റൂമിൽ, ലിവിംഗ് റൂമിലൊക്കെയാണ് യൂസ് ചെയ്യുക. ദെൻ കോൺസ് പറയുമ്പോൾ in general they hold dirt. ഇവര് dirt hold ചെയ്ത് വെക്കും and difficult to clean. അപ്പോ എന്താ കിഡ്സ് റൂമിലൊന്നും യൂസ്, dirt ആവുന്ന റൂംസ് ആയ കിഡ്സ് റൂംസിലൊന്നും അധികം യൂസ് ചെയ്യാൻ പറ്റില്ല. ദെൻ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഡൽട്സ് റൂമിലൊക്കെ യൂസ് ചെയ്യുന്ന ഇന്റീരിയേഴ്സിലാണ് പ്രിഫറബിൾ. ദെൻ ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത് മീഡിയം ലോ ഡ്യൂറബിൾ ആണ്. നെക്സ്റ്റ് ഈസ് എഗ്ഷെൽ പെയിന്റ്. എഗ്ഷെൽ പെയിന്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഇതാണ് മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു പെയിന്റ് ആണ് എഗ്ഷെൽ പെയിന്റ്. ആൻഡ് ലോ ഷീൻ ആൻഡ് സോഫ്റ്റ് സ്മൂത്ത് ഫിനിഷ് ലൈക്ക് ട്രൂ എഗ്ഷെൽ. ഒരു എഗ്ഷെല്ലിന്റെ അതേ അപ്പിയറൻസ് ആണ് ഈ ഒരു പെയിന്റിനും ഉണ്ടാവുക. ദെൻ മോർ വാഷബിൾ ദാൻ ഫ്ലാറ്റ് ഷീൻ. ഫ്ലാറ്റ് ഷീൻ നേരത്തെ പറഞ്ഞ മാറ്റ് ഫിനിഷിനേക്കാൾ ഒന്നുകൂടെ വാഷബിൾ ആണ്. ആൻഡ് റെസിസ്റ്റ് സ്റ്റെയിൻസ് ആൻഡ് സ്കർവ്സ്. ദെൻ പർപ്പസ് എന്ന് പറയുന്നത് ഹാൾവേസില്, ലിവിംഗ് റൂം, എൻട്രി വേസ്, ഫാമിലി റൂംസിലൊക്കെയാണ്. ഡൈനിങ് റൂമിലും ലിവിംഗ് റൂമിലും പറ്റും. ഡ്യൂറബിലിറ്റി മീഡിയം തന്നെ. ദെൻ കംസ് ദ സാറ്റിൻ ഫിനിഷ്. സാറ്റിൻ ഫിനിഷ് എന്ന് പറയുമ്പോൾ they are considered the most versatile and best paint for walls inside the home. ഇന്റീരിയറിൽ യൂസ് ചെയ്യാൻ പറ്റിയ റെക്കമെൻഡഡ് ഇതാണ് സാറ്റിൻ പെയിന്റ് എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ് എലഗന്റ്, ഓൾമോസ്റ്റ് pearl like finish and soft sheen. ഒരു സോഫ്റ്റ് ഷീനും pearl like അപ്പിയറൻസും കൂടെ തരുന്നുണ്ട്. Then a satin finish reflects more light than matte finish. അത് അറിയാം, മാറ്റ് ഫിനിഷിനേക്കാൾ ഒന്നുകൂടെ റിഫ്ലക്ട് ചെയ്യുന്നത് സാറ്റിൻ തന്നെയാണ്. ദെൻ വാഷിങ്ങിലാണെങ്കിലും ക്ലീൻ ചെയ്യാൻ ബെസ്റ്റ് ആണ്. ദെൻ ഇറ്റ് റെസിസ്റ്റ് മൈൽഡ്യൂസ്, ഫെയ്ഡിങ്. ആ ഒരു കളറ് അതുപോലെ തന്നെ ഉണ്ടാവും. ദെൻ പർപ്പസ് എന്ന് പറയുമ്പോൾ ഐഡിയൽ ഫോർ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ യൂസ്. ഇൻഡോർ യൂസിനും ഔട്ട്ഡോർ യൂസിനും പ്രിഫറബിൾ ആണ്. ദെൻ വർക്ക്സ് വെൽ ഇൻ ബിസി ഇൻഡോർ ഏരിയാസ് സച്ച് ആസ് പ്ലേ റൂം, ഹോം ഓഫീസ്, ബെഡ്റൂം, as well as areas that are exposed to moisture like kitchen, bedroom, laundry rooms, and on outdoor sports like അപ്പോൾ ഇന്റീരിയറിലും എക്സ്റ്റീരിയറിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്താ ചിൽഡ്രൻസ് കിഡ്സ് റൂംസിലും എന്താ ട്രാഫിക് റൂംസിലാണെങ്കിലും എന്താ മോയ്സ്ചറിനോട് എക്സ്പോസ്ഡ് ആയിട്ടുള്ള കിച്ചൺ ബെഡ്റൂമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പെയിന്റ് ആണ്. ദെൻ പ്രോസ് എന്ന് പറയുന്നത് a satin finish reflects more light than matte and stands up well in washing. Used in high traffic areas like bedroom. The same finish does not hide imperfection in surfaces. അപ്പോൾ എന്താ ഇപ്പൊ മാറ്റ് ഫിനിഷ് എല്ലാം ഇംപെർഫെക്ഷൻസ് ഹൈഡ് ചെയ്യും, പക്ഷെ ഇത് അത്ര ഹൈഡ് ഇംപെർഫെക്ഷൻസ്, ഹോൾസ് അല്ലെങ്കിൽ പോറസ് ഒന്നും അധികം ഹൈഡ് ചെയ്യില്ല. പിന്നെ ഇതിന് എന്തെങ്കിലും ടച്ചപ്പ് നമ്മൾ പിന്നീട് ചെയ്യുകയാണെങ്കിൽ അത് എടുത്തു കാണിക്കും. ആ ഒരു പിന്നീട് ചെയ്ത ആ ടച്ചപ്പ് പിന്നെ എടുത്തു കാണിക്കും.
ആൻഡ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞത് ഫാമിലി റൂംസ്, ഫോയർ, ഹാൾവേ, കിഡ്സ് ബെഡ്റൂംസിലൊക്കെ. ആൻഡ് ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത് ഹൈ ആണ്. Then next is semi-gloss paint. Semi-gloss paint എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ reflect, it's more reflective than satin. With smooth sheen, semi-gloss paint give the റൂമിന് നമ്മൾ പെയിന്റ്, ഈ ഒരു പെയിന്റ് യൂസ് ചെയ്താൽ ഒരു ഷൈനി സ്ലീക്ക് അപ്പിയറൻസ് റൂമിന് കൊടുക്കും. ദെൻ വൈറ്റ് ആൻഡ് ഓഫ് വൈറ്റ് പെയിന്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രൈറ്റർ അപ്പിയറൻസ് നമ്മൾക്ക് ഫീൽ ചെയ്യും. ദെൻ പേർപ്പസ് എന്ന് പറയുന്നത് ഇത് ഹൈ റെസിസ്റ്റൻസ് ടു മോയിസ്ചർ ആണ്. അതുകൊണ്ട് തന്നെ ഹ്യൂമിഡിറ്റി കൂടുതലുള്ള സ്പേസസിൽ, റൂംസിൽ യൂസ് ചെയ്യാം. ബെഡ്റൂംസിലാണെങ്കിലും കിച്ചൺ ആണെങ്കിലും ലോണ്ടറി റൂംസ് ആണെങ്കിലും ഹ്യൂമിഡിറ്റി മോയിസ്ചർ ഒക്കെ ഹൈ ആയിട്ടുള്ള റൂംസിൽ യൂസ് ചെയ്യാം. പിന്നെ ഹൈ ട്രാഫിക് സ്പേസസ് ആയിട്ടുള്ള മീൻ ഡോറ്, അങ്ങനെ ഡോർസിലും യൂട്ടിലിറ്റി റൂംസിലൊക്കെ ഇത് യൂസ് ചെയ്യാം. അധികം പരിക്കൊന്നും പറ്റില്ല. സോ അങ്ങനത്തെ സ്പേസസിലും യൂസ് ചെയ്യാം. ആൻഡ് വൈൽ ഈസിയർ ടു ക്ലീൻ ദാൻ അതർ ഫിനിഷസ്, ഇതൊന്നുകൂടെ സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാനൊക്കെ സുഖമാണ്. ആൻഡ് സെമി ഗ്ലോസ് വിൽ ഷോ മോസ്റ്റ് ബ്ലെമിഷ് ഓൺ വാൾ ആൻഡ് സീലിംഗ്. ഒരു ഒന്നുകൂടെ മോസ്റ്റ് ബ്ലെമിഷ്, നല്ലൊരു അപ്പിയറൻസ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ദെൻ പ്രോസ് എന്ന് പറയുന്നത് സെമി ഗ്ലോസ് ആൻഡ് ഗ്ലോസ് ഫിനിഷ് പ്രൂവ് ഡ്യൂറബിൾ ആൻഡ് ഇത് നല്ല ഡ്യൂറബിൾ ആണ്. വിത്ത് സെമി ഗ്ലോസ് ഓഫറിംഗ് ഹൈ റെസിസ്റ്റൻസ് ടു മോയിസ്ചർ യൂസ് ഇൻ കിച്ചൺ, ബെഡ്റൂം ആസ് വെൽ ആസ് ഓൺ ട്രിം ആൻഡ് മോൾഡിംഗ് ത്രൂ ഔട്ട് ദ ഹൗസ്. ദെൻ കോൺസ് എന്ന് പറയുന്നത് ദീസ് ഫിനിഷ് ഷോ എവറി സിംഗിൾ ഇംപെർഫെക്ഷൻസ് ഇൻ സർഫസ് ആൻഡ് ആപ്ലിക്കേഷൻ. സോ ഒരു സ്മൂത്ത് ആയിട്ടുള്ള സർഫസിൽ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇംപെർഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് എടുത്ത് കാണിക്കും. ദെൻ പിന്നെ ടച്ചപ്പ് ചെയ്യുന്നതാണെങ്കിലും അതും ഒന്നുകൂടെ നമുക്ക് വേറിട്ട് അറിയാൻ പറ്റും. അതിന്റെ ആ ഒരു ഷീൻ, ലൈറ്റ് റിഫ്ലക്ഷന്റെ ഡിഫറൻസിൽ നമുക്കത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. സോ ഇത് യൂസ് ചെയ്യുന്നത് കിച്ചൺ, ബെഡ്റൂം, ട്രിം, ഔട്ട്ഡോർ സ്പേസസിലും ചെയർ റെയിൽസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വുഡിന്റെ വിൻഡോസിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇതിന് ഹൈ ഡ്യൂറബിലിറ്റി ഉണ്ട്. നെക്സ്റ്റ് ഈസ് ഹൈ ഗ്ലോസ് പെയിന്റ് ആണ്. ഹൈ ഗ്ലോസ് പെയിന്റ് എന്ന് പറയുന്നത് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് റിഫ്ലക്ഷൻസ് തരുന്നതാണ് ഹൈ ഗ്ലോസ് പ്ലെയിൻ. ഏറ്റവും കൂടുതൽ ഷീൻ ഉള്ളതാണ് ഹൈ ഗ്ലോസ് പെയിന്റ് എന്ന് പറയുന്നത്. ഹൈ ഷൈനിങ് ഗ്ലാസ് ലൈക്ക് ഫിനിഷ്, ഒരു ഗ്ലാസ് ലൈക്ക് ഫിനിഷ് തന്നെയാണ് ഇതിന് കിട്ടുക. നല്ല നല്ലോണം റിഫ്ലക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ പോപ്പുലർ ഫോർ ഡോർ, ക്യാബിനറ്റ്, മോൾഡിംഗ് ആൻഡ് ട്രിമിംഗ് ഒക്കെ. അപ്പോ ഡോർസിലും വിൻഡോസ് ട്രിമിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ദെൻ പ്രൊവൈഡ് കർവ് അപ്പിയറൻസ്. അപ്പോൾ നമ്മൾ സ്ട്രീറ്റ്സിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിന്റെ ഔട്ട്ഡോർസ് വിൻഡോസിലൊക്കെ ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു അട്രാക്റ്റീവ് അപ്പിയറൻസ് കൊടുക്കും. ആ ഒരു ഷൈനിങ് കാരണം നല്ലൊരു അട്രാക്റ്റീവ് അപ്പിയറൻസ് കൊടുക്കുന്നതാണ്. ആൻഡ് സെമി ആൻഡ് ഹൈ ഗ്ലോസ് ഷീൻ റിക്വയർ മോർ കോട്ട് ദാൻ ലെസ് ഗ്ലോസി ഫിനിഷ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ലെസ് ഗ്ലോസി ആയിട്ടുള്ള മാറ്റ് ഫിനിഷ് ആണെങ്കിലും സാറ്റിനൊക്കെ ആണെങ്കിലും അതിനേക്കാൾ ഒന്നുകൂടെ കോട്ടിങ് കൂടുതൽ ഈ രണ്ട് സെമി ഗ്ലോസ് ആണെങ്കിലും ഹൈ ഗ്ലോസ് ആണെങ്കിലും അതിന് വേണം. അപ്ലൈ ടു സ്മൂത്ത് ആൻഡ് ക്ലീൻ സർഫസ് ഫോർ ദ ഫ്യൂവസ്റ്റ് ലെയർ ഓഫ് പെയിന്റ്. അപ്പോൾ കോട്ടിങ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ സ്മൂത്ത് ആയിട്ടും നല്ല ക്ലീൻ സ്മൂത്ത് സർഫസിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ബെസ്റ്റ് അതിന്റെ പ്രോപ്പർട്ടീസ് ഒന്നുകൂടെ ഷൈനിങ്ങും ആയിരിക്കും. പിന്നെ നമുക്ക് അധികം കോട്ടിങ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് പർപ്പസ് എന്ന് പറയുന്നത് കിച്ചൺ, ഡോർ, വിൻഡോ, ട്രിം, അപ്പോൾ അതിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഡ്യൂറബിൾ വെരി ഹൈ ആണ്. പിന്നെ ഇത് എന്ന് പറയുന്ന ഒരു ടേബിൾ മാറ്റ് ഫിനിഷ്, എഗ് ആൻഡ് സാറ്റിൻ, സെമി ഗ്ലോസ് പെയിന്റിങ്ങിന്റെ പ്രോപ്പർട്ടീസ് മാത്രമുള്ള ഒരു ഡിഫറൻസിയേഷൻ വെച്ചിട്ടുള്ളതാണ്. സോ മാറ്റ് ഫിനിഷിന് നമ്മൾ പറഞ്ഞിട്ടുള്ള ഇസ് ലെസ് റിഫ്ലക്റ്റീവ് ഷീൻ അവൈലബിൾ, ഹാസ് എ velvet texture, help hides imperfections in wall and ceiling, offer great depth of color, is generally considered
the standard sheen for walls can sometimes be difficult to clean. അതാണ് മാറ്റ് ഫിനിഷിന്റെ ക്യാരക്ടേഴ്സ് ഷോർട്ട് ഇതാക്കി പറയാണെന്നുണ്ടെങ്കിൽ. ദെൻ എക്ഷൽ ആൻഡ് സാറ്റിൻ പെയിന്റ് ആണെന്നുണ്ടെങ്കിൽ ലെസ് ഗ്ലോസിയർ ആണ്, സ്ലൈറ്റ്ലി ഗ്ലോസിയർ ആണ്, പക്ഷെ സെമി ഗ്ലോസിന്റെ ഹൈ ഗ്ലോസിന്റെ അത്ര ഗ്ലോസിനെസ് ഇല്ലെങ്കിലും ഒരു ചെറിയ ഷൈനിങ് ഉണ്ട്. ഹാവ് സം റിഫ്ലക്റ്റിവിറ്റി, ഓഫർ ഇംപ്രൂവ് ഡ്യൂറബിലിറ്റി. മാറ്റ് ഫിനിഷിനേക്കാൾ ഡ്യൂറബിൾ കൂടുതലാണ് എക്ഷലും സാറ്റിനും. ആൻഡ് ആർ ഫ്രീക്വന്റ്ലി യൂസ്ഡ് ഇൻ demanding environment like kitchen, bathrooms. Clean പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റിയ സ്ഥലത്താണ് ഇത് യൂസ് ചെയ്യുക. കിച്ചൺ, ബെഡ്, ബാത്റൂംസിലൊക്കെയാണ് യൂസ് ചെയ്യുക. വിതൗട്ട് ഹൈ ഗ്ലോസി ഫിനിഷ് ഈസ് ഡിസൈർഡ്. ഹൈ ഗ്ലോസി വേണ്ട, പക്ഷെ ക്ലീൻ ചെയ്യാൻ പറ്റിയ ഒരു സ്പേസസിലാണ് ഇത് യൂസ് ചെയ്യുക. ആൻഡ് സെമി ഗ്ലോസ് ആൻഡ് ഗ്ലോസ് പെയിന്റിനെ കുറിച്ച് പറഞ്ഞത് ഗ്രേറ്റ് ഫോർ കിച്ചൺ, ഡോർ, വിൻഡോ ട്രിം, ആസൻ വാൾസ്, ബാത്റൂംസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ആൻഡ് മോസ്റ്റ് റിഫ്ലക്റ്റീവ് ഷീൻ ആണ്, ഏറ്റവും കൂടുതൽ റിഫ്ലക്ട് ചെയ്യുന്ന ഷീനാണ്, പെയിന്റ് ആണ്. ആൻഡ് ഹൈലി ഡ്യൂറബിൾ ആൻഡ് സ്റ്റാൻഡ്സ് അപ്പ് ടു മൾട്ടിപ്പിൾ ക്ലീനിങ്. ഡ്യൂറബിൾ ആണ്, നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ക്ലീൻ ചെയ്യാം. ട്രഡീഷണലി യൂസ്ഡ് ഇൻ ബേസ് ബോർഡ് മോൾഡിംഗ് ഡോർസ്, ക്യാൻ മേക്ക് എ സ്റ്റേറ്റ്മെന്റ് ബട്ട് ഓൾസോ ഹൈലൈറ്റ് ഇംപെർഫെക്ഷൻസ്. എന്താ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാറ്റ് ഫിനിഷിന്റെ അത്ര തന്നെ ഇതിന് ഇംപെർഫെക്ഷൻസ് ഹൈഡ് ചെയ്യാൻ പറ്റില്ല. ഇംപെർഫെക്ഷൻസ് ഡബിൾ കോട്ട് കൊടുക്കുകയാണെങ്കിൽ തന്നെ ആ ഡബിൾ കോട്ട് കൊടുത്ത ഭാഗം ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്യും. സോ ഇത്രയാണ് ബേസ്ഡ് ഓൺ ഷീൻ. നെക്സ്റ്റ് ബേസ്ഡ് ഓൺ അപ്പിയറൻസ് ആണ്. സർ മേരിമോളാണ് പ്രസന്റ് ചെയ്യുന്നത്. അപ്പോ ഇതില് ഫസ്റ്റ് വരുന്നത് എക്സൽ ആണ്. അതില് എങ്ങനെയാന്ന് വെച്ചാൽ അത് ആക്ച്വലി സോഫ്റ്റ് ഷീൻ ആണ് അതിനുള്ളത്. പിന്നെ അത് ലൈറ്റിന്റെ പ്രസൻസ് വെച്ചിട്ട് അതിന്റെ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്താം. അതായത് ബ്രൈറ്റർ ലൈറ്റ് യൂസ് ചെയ്യുമ്പോൾ ആ പെയിന്റ് കുറച്ചുകൂടി എംഫസൈസ്ഡ് ആയിട്ട് കാണിക്കും. പിന്നെ അതിന്റെ ടോൺസ് ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിമ്മർ ലൈറ്റ്സ് യൂസ് ചെയ്ത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ അത് ലോവസ്റ്റ് ലസ്റ്റഡ് ഓപ്ഷൻ ആണ്. അത് ആക്ച്വലി വെൻ കമ്പയർഡ് ടു ഫ്ലാറ്റ് മാറ്റ് ഫിനിഷിനേക്കാളും വെച്ച് നോക്കുമ്പോൾ ഇത്തിരി കൂടി കൂടുതൽ തിളക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി മോർ ലസ്റ്റർ ദാൻ ഫ്ലാറ്റ് ഫിനിഷ് ആണ്. പിന്നെ സ്റ്റെയിൻ റെസിസ്റ്റ് ചെയ്യും. ആൻഡ് ഓൾസോ ഇത് വെറ്റ് റാഗ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് വൈപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ പേർപ്പസ് എന്ന് പറയുന്നത് ഇത് മെയിൻലി ലിവിംഗ് റൂംസിലും ഡൈനിങ് റൂംസിലാണ് യൂസ് ചെയ്യുന്നത്. കാരണം അത് ആക്ച്വലി ഡേർട്ട് ഒന്നും അധികം പിക്കപ്പ് ചെയ്യില്ല. പിന്നെ വല്ല ബംപ്സോ അല്ലെങ്കിൽ ഇംപെർഫെക്ഷൻസ് ഉള്ള സ്ഥലങ്ങളിലും ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് മൾട്ടി കളേർഡ് ആണ്. അത് ആക്ച്വലി വാട്ടർ ആൻഡ് ആക്രിലിക് ബേസ്ഡ് പെയിന്റ്, വാൾ പെയിന്റ് ആണ്. ഇതിൽ ആക്ച്വലി 2, 3 or more കളേഴ്സ് ആണ് കളേഴ്സ് ഇതിൽ വരും ഡിപ്പെൻഡിങ് അപ്പോൺ ദി റിക്വസ്റ്റ്. ആൻഡ് ഓൾസോ ഒരു മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഒരു ഗ്രാനൈറ്റ് ഇഫക്റ്റ് ആണ് ഇതിന് കൊണ്ടുവരിക ആഫ്റ്റർ ഡ്രൈയിങ്. പിന്നെ ഈ ഒരു പെയിന്റിൽ ആക്ച്വലി പിഗ്മെന്റ്സ് ഉണ്ട്. ആ പിഗ്മെന്റ്സ് ഒരു ക്യാപ്സ്യൂൾ ഫോമിലായിരിക്കും ഇരിക്കുക. അതുകൊണ്ട് അത് മറ്റുള്ള കളേഴ്സ് ആയിട്ട് അതൊന്നും മിക്സ്ഡ് അപ്പ് ആവില്ല. പിന്നെ അപ്പൊ അതിൽ നിന്ന് നമുക്ക് പിന്നെ ദീസ് മൾട്ടി കളേർഡ് പെയിന്റ് ക്യാപ്സ്യൂൾസ് വിച്ച് ഡു നോട്ട് intermingle in the paint form a multicolored coating after drying. And ഇതിന്റെ സൈസസ് എന്ന് പറയുന്നത് it ranges from 0.5 mm to several meters. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതൊന്ന് വാട്ടർ ബേസ്ഡ് ആണ്, അതുകൊണ്ട് നേച്ചർ ഫ്രണ്ട്ലി ആണ്. പിന്നെ മൾട്ടി കളർ ഡെക്കറേറ്റീവ് കോട്ടിംഗ് ആണുള്ളത്. പിന്നെ ഈസി ടു യൂസ് ആണ് ആൻഡ് പെട്ടെന്ന് ഡ്രൈയും ചെയ്യും. നെക്സ്റ്റ് പിന്നെ വരുന്നത് ഇറിഡിസെൻസ് ഫിനിഷ് വരുന്ന പെയിന്റ് ആണ്. അത് ഇറിഡിസെൻസ് എന്ന് പറയുന്നത് അത് ആക്ച്വലി സർഫസസിൽ വരുന്ന ഒരു ചേഞ്ച് ഇൻ കളറാണ്. അത് മെയിൻലി വരുന്നത് ഡ്യൂ ടു ദി ചേഞ്ച് ഇൻ ആംഗിൾ ഓഫ് വ്യൂ ഓർ ദി ആംഗിൾ ഓഫ് ഇലുമിനേഷൻ ചേഞ്ച് ആവുമ്പോഴാണ് ആ ഒരു ചേഞ്ച് വരുന്നത്. ഇതെങ്ങനെ വർക്ക് ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ച് എലിമിന ഫ്ലേക്സ് ഉണ്ടാവും. അത് മഗ്നീഷ്യം ഫ്ലൂറൈഡ് വെച്ചിട്ട് കവേർഡ് ആയിരിക്കും. എന്നിട്ട് ഈ ഒരു സംഭവം ട്രാൻസ്ലൂസൻ ക്രോമിയത്തിൽ എംബഡഡ് ആയിരിക്കും. അപ്പൊ ഒരു പ്രിസം പോലെ ആയിട്ട് അത് ആക്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് അത് ലൈറ്റിനെ റിഫ്രാക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആക്ച്വലി കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിഗ്മെന്റ്സ് അല്ല, പക്ഷെ ഇറ്റ് ഇസ് ക്രിയേറ്റഡ് ബൈ ദി സൈസ് ഓഫ് ദി പാർട്ടിക്കിൾ ആൻഡ് ദി ആംഗിൾ യു വ്യൂ ഇറ്റ് അറ്റ്. ആൻഡ് ദെൻ അബൌട്ട് ഇറ്റ്സ് യൂസസ് എന്ന് പറയുന്നത് മെയിൻലി കാർ പെയിന്റ് ചെയ്യാനായിട്ടാണ് ഈ ഒരു സംഭവം മെയിൻലി യൂസ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ്
പിന്നെ വരുന്നതാണ് റിങ്കിൾ ഫിനിഷ്. ഇത് ആക്ച്വലി ഈ ഒരു ഫിനിഷിൽ സർഫസിൽ കുറച്ച് റിങ്കിൾസ് പോലെ വരും. അത് വരുന്നത് ഡിഫറൻഷ്യൽ ഇൻ ഡ്രൈയിങ് കാരണമാണ്. അതായത് അതിലത്തെ ആ ഒരു ഫിലിമിന്റെ സർഫസിൽ ഫസ്റ്റ് അത് നല്ലോണം ഡ്രൈ ആവും, എന്നിട്ട് അത് എക്സ്പാൻഡ് ആവും. പക്ഷെ അതിന് തൊട്ട് താഴെയുള്ള ആ ഫിലിമിന്റെ അടിഭാഗം അപ്പോഴും ഫ്ലൂയിഡ് ആയിട്ട് നിൽക്കും. അപ്പൊ അതുകൊണ്ട് അതൊരു റിങ്കിൾ ഇഫക്റ്റ് കൊണ്ടുവരും അതിന്റെ സർഫസിൽ. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇത് കളർ ഫേഡിങ്ങും ഗ്രീസിങ്ങും ഒക്കെ റെസിസ്റ്റ് ചെയ്യും. പിന്നെ സിവിയർ വെതർ കണ്ടീഷൻസിലും അത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇറ്റ് ഈസ് temperature resistant to 350 degree Fahrenheit and is ideal for adding a touch of personal styling to almost any metal surface. പിന്നെ വരുന്നതാണ് ലൂമിനസ് ഫിനിഷ് എന്ന് പറയുന്നത്. അതിൽ ഈ പെയിന്റ്സിൽ ആക്ച്വലി ഒരു സോഴ്സ് ഓഫ് റേഡിയന്റ് എനർജി ഉണ്ട്. അത് വരുന്നത് അതിൽ സോൾസ് ഓഫ് റേഡിയത്തിന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അത് ഗ്ലോവും ചെയ്യും. ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവിസിബിൾ UV ലൈറ്റ് വിത്ത് ലോട്ട്സ് ഓഫ് എനർജി ക്യാൻ ചേഞ്ച്. അതിൽ കുറച്ച് സ്പെഷ്യൽ ഫോസ്ഫേഴ്സ് ഉണ്ട് ആ പെയിന്റിൽ. ഈ എനർജി ഒക്കെ ആ ഫോസ്ഫേഴ്സ് അബ്സോർബ് ചെയ്തിട്ട് അത് ലാസ്റ്റ് എമിറ്റ് ചെയ്യുമ്പോഴാണ് ഈ ലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഗ്ലോ ആവുന്നത്. ആൻഡ് ഇതിനെ ഒരു ഫോസ്ഫറസെന്റ് എന്നുള്ള പേരിലും ഇത് അറിയപ്പെടും. ഇതിന്റെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് ഫോർ പെയിന്റിങ് ഡയൽസ് ആൻഡ് രാത്രിയൊക്കെ പോകുമ്പോൾ സൈൻ ബോർഡ്സിലൊക്കെ ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ഫ്ലൂറസെന്റ് പെയിന്റ്സ്. ഇത് ആക്ച്വലി ലോങ്ങർ ആയിട്ടുള്ള UV റേഡിയേഷന് എക്സ്പോസ്ഡ് ആകുമ്പോഴാണ് ഇത് ആക്ച്വലി ഗ്ലോ ചെയ്യണത്. ഇത് ഫസ്റ്റ് എങ്ങനെയാന്ന് വെച്ചാൽ സൺലൈറ്റിൽ നിന്നാണ് നമുക്ക് മെയിൻ ആയിട്ട് UV റേഡിയേഷൻസ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ലൈറ്റ്സും യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ആക്ച്വലി ഒരു സ്പെഷ്യൽ ബ്ലാക്ക് ലൈറ്റ് ഈ പെയിന്റിന് ആവശ്യമുണ്ട്, എന്നാലാണ് നമുക്കത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ഗ്ലോയിങ് പെയിന്റ് ആപ്ലിക്കേഷനെ നമ്മൾ ബ്ലാക്ക് ലൈറ്റ് ഇഫക്റ്റ് എന്നാണ് പറയുന്നത്. ആൻഡ് ഇത് വളരെയധികം പല കളറിലും അവൈലബിൾ ആണ്. ആൻഡ് ഇതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ലൈക്ക് തിയേറ്റേഴ്സിലോ പോസ്റ്റേഴ്സ്, പിന്നെ കുറച്ച് ഇഫക്ട്സ് ഒക്കെ കൊണ്ടുവരേണ്ട സ്ഥലങ്ങള്, പിന്നെ ആൻഡ് ഓൾസോ ഫോർ എന്റർടൈൻമെന്റ് ഫോർ ചിൽഡ്രൻ. ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഈ ഫ്ലൂറസെന്റ് പെയിന്റിങ്ങിൽ കുറച്ച് ഫ്ലൂറസെന്റ് കെമിക്കൽസ് ഉണ്ട്. അവര് ഈ ഇൻവിസിബിൾ UV റേഡിയേഷൻ ഒക്കെ അബ്സോർബ് ചെയ്യും. എന്നിട്ട് അത് ലാസ്റ്റ് അതൊരു എനർജി ഫോമില് അത് എമിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് ദ പെയിന്റ് surface also reflects an any ordinary visible light striking it. അപ്പോ ഒരു വിസിബിൾ ലൈറ്റ് അതിൽ സ്ട്രൈക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിമ്മർ ആയിട്ടുള്ള ഫ്ലൂറസെന്റ് കളേഴ്സ് ഒന്നും അധികം പ്രോപ്പർ ആയിട്ട് നമുക്ക് ക്ലിയർലി വിസിബിൾ ആയിരിക്കില്ല. അപ്പൊ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഇൻവിസിബിൾ ആയിട്ടുള്ള UV ലൈറ്റ്സ് തന്നെ ഇതിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്. എന്നാലാണ് കംപ്ലീറ്റ്ലി ക്ലിയർ ആവുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലൈറ്റ്സിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഡാർക്ക് ബ്ലൂ ഫിൽട്ടർ മെറ്റീരിയൽ വെച്ചിട്ട് കവേർഡ് ആയിരിക്കും ഈ ബൾബ്. അപ്പൊ അതുകൊണ്ട് അത് ഇൻവിസിബിൾ UV ലൈറ്റിനെ മാത്രമാണ് പുറത്തേക്ക് വിടുള്ളൂ. ആൻഡ് വിസിബിൾ ലൈറ്റിനെ അത് ബ്ലോക്ക് ചെയ്യും. അപ്പൊ അതുകൊണ്ടൊരു ഡാർക്ക് റൂമിലാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യണത്. നെക്സ്റ്റ് പിന്നെ ഫ്ലൂറസെന്റ് പെയിന്റ് എന്ന് പറയുന്നത് ആക്ച്വലി 2 ടൈപ്സ് ആണുള്ളത്. ഒന്ന് വിസിബിൾ ഉണ്ട്, ഇൻവിസിബിൾ ടൈപ്പ് ഉണ്ട്. വിസിബിൾ ഫ്ലൂറസെന്റ് പെയിന്റ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഡേ ലൈറ്റിലാണെന്നുണ്ടെങ്കിൽ അതൊരു പെർട്ടിക്കുലർ കളർ കാണിക്കും. ആൻഡ് നൈറ്റ് ടൈം ആകുമ്പോൾ അത് കുറച്ചും കൂടി നല്ല രീതിയിൽ ഗ്ലോ ചെയ്യും. പക്ഷെ ഇൻവിസിബിൾ ഫ്ലൂറസെന്റ് പെയിന്റ് ആണ് എന്നുണ്ടെങ്കിൽ അത് ഡേ ലൈറ്റിന്റെ സമയത്ത് അതിന്റെ കളർ വളരെ പെയിൽ ആയിരിക്കും, ചിലപ്പോൾ ക്ലിയർ ഒന്നും ആവില്ല. പക്ഷെ നൈറ്റ് ടൈമിൽ അത് നല്ലോണം ഗ്ലോ ചെയ്യും. ആൻഡ് പിന്നെ നല്ല എഫക്ട്സും അത് കൊണ്ടുവരും. നെക്സ്റ്റ് അടുത്തതാണ് ക്രാക്കിൾ ഫിനിഷ് വരുന്നത്. അത് ആക്ച്വലി ഒരു പഴക്കം കാണിക്കുന്ന രീതിയിലുള്ള ഒരു ഇഫക്റ്റ് ആണ്, ഒരു ഫിനിഷ് ആണ് അത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ it is by applying a layer of glue or crackle medium between 2 layers of latex or acrylic paint, and you can also give almost any surface a fox finish. പിന്നെ ഇതിനൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാൻഡോ അല്ലെങ്കിൽ പ്രൈമറോ ഈ സംഭവത്തിൽ യൂസ് ചെയ്യാം. പിന്നെ വേറെ വരുന്നതാണ് മാറ്റ്, ഫ്ലാറ്റ്, സാറ്റിൻ ഫിനിഷ്, സെമി ഗ്ലോസ്, ഹൈ ഗ്ലോസ്. അതൊക്കെ ബേസ്ഡ് ഓൺ ഷീനിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഞാനത് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ഇത്രേ ഉള്ളൂ സർ.
റെക്കോർഡിംഗ് ഓഫ് ചെയ്യട്ടെ.